എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ദേവിക്കുള്ള ചതുഷ്ഷഷ്ടി ഉപചാരങ്ങൾ ലളിതാ സഹസ്രനാമത്തിലെ 235-ാമത്തെ നാമമായിരിക്കുന്ന ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ എന്ന് പറയുന്ന നാമത്തിന്റെ വിശദീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പതക്കം, മഹാപതക്കം അതുവരെയാണ് കണ്ടത്. ദേവിയുടെ ആഭരണങ്ങളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ 31-ാമത്തെ ഉപചാരം വരെ നമ്മൾ കണ്ടു. പതക്കം എന്നത് തന്ത്രശാസ്ത്രത്തില് 108 അല്ലെങ്കിൽ ഖഡ്ഗമാല ദേവതകളാണെന്ന് കണ്ടു. ശ്രീചക്രത്തിലെ യോഗിനികള് ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചദശി മന്ത്രമാണ്, ഖഡ്ഗമാല മന്ത്രം എല്ലാം ഇതിനകത്ത് വരും. അണിമാദിപിരാവൃതം മയൂഹൈ അഹം ഇത്യേവ വിഭാവയേ ഭവാനി. ഞാൻ തന്നെയാണ് എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പതക്കം. മഹാപതക്കം എന്ന് പറഞ്ഞാൽ ആനന്ദം. മഹാ എന്ന് പറയുന്നത് ആനന്ദത്തെ കാണിക്കുന്നു, പ്രകാശ വിമർശ തത്വം. ആ എന്നത് അഗ്നിരൂപമാണ്, ശിവതത്വമാണ്. അപ്പൊ ശിവശക്തി മിഥുനത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ശിവശക്തിമാല. ഇതിലുള്ള ദേവതകൾക്കെല്ലാം തന്നെ പരദേവതയായ മൂലമന്ത്രത്തിൽ ലയിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം അറിയേണ്ടത് ഏകമായിരിക്കുന്ന ദേവി ചൈതന്യത്തില് ഈ പ്രപഞ്ചമെല്ലാം ഒരു സമയത്ത് ലയിച്ചു ചേരും. അതിനെ കാണിക്കുകയാണ്. ഇതൊരു മന്ത്രമാലയാണ്. ഇനി 32-ാമത്തെ ഉപചാരമാണ് ദേവിക്ക് കൊടുക്കുന്നത്. 32-ാമത്തെ ഉപചാരം മുക്താവലി, അതായത് മുത്തുച്ചരം അഥവാ മുത്തുമാലകൾ ചേർത്ത്, മുത്തുമാലകള്. അപ്പൊ പേൾ നെക്ലേസ് എന്ന് പറയും നമ്മള്. അപ്പൊ നമ്മള് പേൾ നെക്ലേസ്, പേൾ മാല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേളുകള് ഒരു നൂലില് കോർത്ത് ഇല്ലെങ്കിൽ ഒരു ചരടില് കോർത്ത മാല, ആ പേള് മാലയാണ് ദേവിക്ക് കൊടുക്കുന്നത്. അപ്പോ ഈ മാല എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഖഡ്ഗമാല തന്നെയാണ് അവിടെ വരുന്നത്. 15 തരത്തില് ഖഡ്ഗമാല ജപം പറയുന്നുണ്ട് ലളിത പരിശിഷ്ട തന്ത്രത്തില്. ഈ പേൾ എന്നുള്ളത് ലക്ഷ്യമാക്കുന്നത് ചന്ദ്രനെയാണ്. നമുക്കറിയാം ദേവിയുടെ ശിരസില് ചന്ദ്രശകലമാണ് ധരിച്ചിരിക്കുന്നത്. ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എപ്പോഴും നമ്മള് എന്താ പറയുക, മാല എന്ന് പറയുമ്പോൾ 15 തരം മാല എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ 15 തിഥി നിത്യ ദേവതകള്, ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ വാക്സിങ് ആൻഡ് വെയിനിങ് മൂൺ എന്ന് പറയും. ഈ ഖഡ്ഗമാല ചന്ദ്രതിഥിക്കനുസരിച്ചാണ് ജപിക്കുന്നത്. അതായത് അമാവാസി കഴിഞ്ഞ് പൗർണമി വരെയും, പൗർണമിക്ക് ശേഷം അമാവാസി വരെയും, ഇങ്ങനെ 15 ദേവതമാരെ 15 ഓരോ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നുള്ള രീതിയിൽ ആ മിഥുനങ്ങളെ ഖഡ്ഗമാല ദേവി ഒറ്റയ്ക്കല്ല മിഥുനമായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പൊ ഇതിന് പഞ്ചദശി മന്ത്രത്തിന്റെ ഓരോ അക്ഷരങ്ങളും ആ ഒരു തിഥി നിത്യ ദേവതമാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചദശി മന്ത്രത്തിന്റെ ഖഡ്ഗമാല ദേവതകളെ അറിയാമല്ലേ? കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന എന്ന് തുടങ്ങിയ 15 ദേവതമാര്. ഏകാവലി എന്ന് ഇനി അടുത്തത് ദേവിക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? മുക്താവലി, മുക്തി കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു മാല കഴുത്തിൽ ധരിക്കുന്നത്? ഈ പേൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനേക വർഷങ്ങള് സമുദ്രത്തിന്റെ അടിയിൽ കിടന്ന ഒരു മുത്തുച്ചിപ്പിക്കകത്ത് ഒരു മഴത്തുള്ളി വീഴുമ്പോൾ എന്ന് നമ്മുടെ സംസ്കാരം പറയുന്നു, നമ്മുടെ ചരിത്രം പറയുന്നു. ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ചിത്രാ പൗർണമി ദിവസം അനേക വർഷങ്ങൾ അവിടെ തന്നെ ആ വെള്ളം പതിക്കുകയും ആ മുത്തുച്ചിപ്പിക്കകത്ത് ഇറങ്ങുകയും അതൊരു പ്രത്യേക തരത്തിൽ അവിടെ കിടന്ന് ഒരു മുത്തായി തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? അനേക ജന്മത്തെ തപസ്സിന്റെ ഫലമാണെന്ന് കാണിക്കണം. എന്ത് കാര്യവും നമുക്ക് ഉടനെ നേടിയെടുക്കാൻ സാധ്യമല്ല. ഒരു പ്രത്യേക രീതിയിൽ അനേക ജന്മത്തെ തപസ് കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ പറ്റൂ. ആ ചിപ്പിയുടെ ഒരു എന്താ പറയാ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിലെ തപശ്ചര്യയാണ് ആ മുത്ത്. അങ്ങനെ കിട്ടുന്നതാണ് മുത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുത്തിനെ കോർത്ത മാല ദേവി ധരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള മഹത്തുക്കളെ അല്ലെങ്കിൽ അങ്ങനെ ദേവിയുമായിട്ട് ദേവി ഉപാസനയിൽ അത്രയും താല്പര്യമുള്ള മഹത്തുക്കളായിരിക്കുന്ന വ്യക്തികളെ എല്ലാം ദേവി തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, തന്റെ കണ്ഠത്തിൽ അണിയുന്ന മാലകളാക്കി തീർക്കുന്നു എന്നർത്ഥം. അപ്പൊ മുക്തി കൊടുക്കുക, കണ്ഠത്തിൽ അണിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും താഴത്ത് ആ ഒരു തലത്തിൽ നിന്ന്, അതായത് മൂലാധാര ചക്രങ്ങളിൽ നിന്ന് വിശുദ്ധി ചക്രത്തിലേക്ക് ഉയർത്തുക. ദേവി എന്റേതെന്നുള്ള സ്വന്തമായിട്ട് അത്രയും സ്നേഹത്തോടു കൂടി
അത്രയും പരിഭാവനതയോടുകൂടി ദേവിയുടെ കണ്ഠത്തിൽ ധരിക്കണമെങ്കിൽ ചിന്താമണി രത്നമൊക്കെയാണ് ദേവിയുടെ കണ്ഠത്തിൽ ധരിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും ഉയർന്ന തലത്തിലുള്ളതെന്ന് അർത്ഥം. അപ്പൊ മുക്തി കൊടുക്കുന്ന തരത്തിലുള്ള മുത്തുകളുടെ ആവലി, അതാണ് മുക്താവലി. അപ്പൊ അതുപോലെ ആയി തീരണമെങ്കിൽ നമ്മളും എന്താണ് വേണ്ടത്? ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ഓരോ തിഥിനിത്യ ദേവതമാരെയും അറിഞ്ഞ് അതിലൂടെ ദേവി എന്ന് പറയുന്ന പരമപദത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് ഈ പറയുന്ന മുക്താവലിയിലൂടെ കൊടുക്കുന്നത്. അപ്പൊ അടുത്തത് എന്താണ്? ഏകാവലി. എന്താണ് ഏകാവലി എന്ന് പറഞ്ഞാല് 33ാമത്തെ ഉപചാരമാണ്. 27 മുത്ത് കോർത്ത മാല. അപ്പൊ നക്ഷത്രങ്ങളെ കഴുത്തിൽ ധരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഏകാവലി എന്ന് പറയുന്നത്. അപ്പോ ഏകാവലി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിരിക്കുന്ന ഒരു ചെറിയ പെൻഡന്റോട് കൂടിയ ആ ഒരു 27 മുത്തുകൾ കോർത്ത മാല. 27 27 പേൾസ് എന്ന് പറഞ്ഞാൽ ഒരു പെൻഡന്റിന്റെ കൂടെ 27 പേള്. എന്താണ് അത് കാണിക്കുന്നത്? 27 തിഥി എന്ന നക്ഷത്രങ്ങൾ. അതായത് നമുക്കറിയാം അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ നടുക്ക് പെൻഡന്റ് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ. അപ്പം ചന്ദ്രൻ മനസ്സാണ്. അപ്പൊ ഇത് ഏത് വിദ്യയാണ്? നമ്മള് സാധി വിദ്യയാണ്. ഇത് ശരിക്കും പറഞ്ഞാല് കൗളവിദ്യ, സമയവിദ്യ എന്ന് പറഞ്ഞ 2 വിദ്യയുണ്ട്. ആദിവിദ്യ, കാദിവിദ്യ. ശ്രീവിദ്യ ഉപാസനയില് വേറെയും ഒരുപാട് വിദ്യകളുണ്ട്. 13 തരത്തിലാണ് ശ്രീവിദ്യ മന്ത്രങ്ങൾ. പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത്. ഇതില് ഈ സാധി വിദ്യയെ കുറിക്കുന്നതാണ് ഇത്. ഇപ്പൊ പരശുരാമ കൽപ്പസൂത്രത്തില് ഈ പറയുന്നു, ഈ ഒരു എന്താ പറയാ പേഴ്സ് എന്ന് പറഞ്ഞാല് വെളുത്ത നിറം. അപ്പൊ അത് സത്വഗുണത്തെ കാണിക്കുകയാണ്. അപ്പോ പഞ്ചദശി മന്ത്രം എന്ന് പറയുന്നത് സത്വഗുണത്തിലേക്ക് ഉയർന്ന ഒരു ജീവൻ, അതായത് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം, അതിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയർന്ന ആ ഒരു ടോട്ടലി ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിഞ്ഞ ആ ഒരു തലം, അതിനെയാണ് നമ്മൾ സാത്വിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ആനന്ദം, അതിനെയാണ് നമ്മൾ സത്തും ചിത്തും കൂടെ ചേരുമ്പോഴുള്ള ആനന്ദം. അപ്പൊ ഏകാവലി എന്ന് പറഞ്ഞാല് 27 നക്ഷത്രങ്ങളും അതിന്റെ നടുക്ക് ആ ഒരു ചന്ദ്രനാകുന്ന മനസ്സും കൂടെ ചേർന്ന മാല ധരിച്ചിരിക്കുന്നവൾ. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എപ്പോഴാണോ ഈ ദേവിയെ പഞ്ചദശാക്ഷരി മന്ത്രത്തിലൂടെ നമ്മുടെ തമോ ഗുണത്തിൽ നിന്ന് ഉയർന്ന് സത്വഗുണ പ്രധാനമായിരിക്കുന്ന ആനന്ദത്തിൽ എത്തിച്ചേരുന്നത്, ആ ഒരു അതിനെയാണ് നമ്മൾ സാത്വിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത്. അത് നിർവികൽപ്പം സമാധിക്ക് തുല്യമാണ്. അവിടെ നിന്ന് കൈവല്യ പദത്തിലേക്ക് ദേവി നമ്മളെ ഉയർത്തും. അപ്പൊ ഏകാവലി എന്ന് പറയുന്നത് ഒരു 27 നക്ഷത്രങ്ങളെ കോർത്തത്. 27 നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മം ആ 27 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ഓരോ ജീവന്റെയും ജനനം. അപ്പൊ ജനനം മുതല് എപ്പോഴാണോ ഭൂമിയിലേക്ക് വരുന്നത്, അപ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കാൻ തന്റെ ഉപാധിയായിരിക്കുന്ന ശരീരത്തെ ഉപയോഗിക്കുക. ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ദേവി എന്താണ്? ആ ദേവിയുടെ കഴുത്തിൽ കോർത്ത് ഇട്ടിരിക്കുന്ന മാലയിൽ ഒരാളാണ് നമ്മള്. കാരണം ഏത് തിഥിയില് ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഇതില് ഒരു നക്ഷത്രമാണ് അല്ലെ. അപ്പൊ ദേവി ധരിച്ചിരിക്കുകയാണത്. അപ്പൊ എന്താ? ദേവിയുടേതാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദേവി സൃഷ്ടിച്ചതാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം ദേവിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ആ ഒരു ഡ്യുവാലിറ്റി മാറി ഏകമായിരിക്കുന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്തത് 34ാമത്തെ ഉപചാരം ഛന്നവീരം. ഛന്നവീരം എന്ന് ചാ പറയാറുണ്ട്, ഛായും പറയാറുണ്ട്. അപ്പോ ഈ ഛന്നവീരത്തിന് കുറച്ച് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇരുവശവും ആ ഒരു ശരീരത്തിൽ ധരിക്കുന്ന പൂണുനൂല് പോലെയുള്ള ആഭരണം. സാധാരണ പൂണുനൂല് പുരുഷന്മാരാണ് ധരിക്കുന്നത് അല്ലെ. അപ്പൊ അത് സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് വേറൊരു അർത്ഥം പറയുന്നുണ്ട്. ദേവി നമ്മളെ മധുര മീനാക്ഷിയൊക്കെ 2 സൈഡും നമ്മളെ പൂമാല സാധാരണ റൗണ്ട് ആയിട്ടാണ് കാണുന്നത്. ചില തമിഴ്നാട് അല്ലെങ്കിൽ ചില കാമാക്ഷി ദേവി, മീനാക്ഷി ദേവിക്കൊക്കെ 2 സൈഡും തുറന്ന ആ ഒരു ഹാരം ചാർത്തിയിരിക്കുന്ന നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പോ അതിനെയും നമ്മള് എന്താ പറയാ ഛന്നവീരം എന്ന് പറയും. പിന്നെ ഇനി ഇതിനെ നമുക്ക് വേറൊരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു സാരി കുത്തുന്ന പിന്നായിട്ട് നമുക്ക് പറയാം. ഛന്ന എന്ന് പറഞ്ഞാല് ചില തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് സാരി പിന്നെന്നാണ്. ഈ സാരി എന്തിനാണ് നമ്മൾ പിന്ന് കുത്തുന്നത്? സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ നേരെ കിടക്കാൻ നമ്മൾ തോളില് കുത്താറുണ്ട്, താഴെ പ്ലീറ്റ്സിലും കുത്താറുണ്ട് അല്ലെ.
അപ്പോ എല്ലാം വളരെ ഇൻടാക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനാണ് നമ്മൾ പിന്ന് കുത്തി വളരെ എന്താ പറയാ സ്റ്റഡി ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ സാരി പിന്നെന്ന് പറയുന്നത് എല്ലാത്തിനെയും, അതായത് സാരിയെ നന്നായിട്ട്, സാരി എന്ന് പറഞ്ഞാൽ വസ്ത്രം, നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രത്തെ കറക്റ്റ് ആക്കി നിർത്തുന്നതാണ് സാരി പിന്നെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രകാശ വിമർശ സംയോഗം കൊണ്ട് ആ ഒരു ജീവൻ വരുമ്പോ ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലോട്ട്, ശരിക്കും പറഞ്ഞാല് പ്രകാശ വിമർശങ്ങൾ എന്താണ്, നമുക്ക് ജീവഭാവമാണ് കൊണ്ടുതരുന്നത് അല്ലെ. ശരിക്കും അവര് രണ്ടുപേരും പ്രകാശ വിമർശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു എന്താ പറയാ ഒരിക്കലും നശിക്കാത്ത അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ഒരു ആ ഒരു എന്നെന്നും നിലനിൽക്കുന്ന ശക്തി. പക്ഷെ ജന്മം കൊണ്ട് എന്താ സംഭവിക്കുക, ഇൻഡിവിജ്വൽ, ആ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ആ തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോ ഈ യഥാർത്ഥ സത്യത്തെ അറിയണമെങ്കിൽ എന്താ വേണ്ടത്, ഒരു സാധനാ മാർഗത്തെ സ്വീകരിക്കണം അല്ലെ. എല്ലാം ഇൻടാക്റ്റ് ആക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ചര്യ സ്വീകരിക്കണം, പ്രത്യേക ഒരു പാത്തിലോട്ട് കയറണം. കാരണം കീപ്പിംഗ് ദം ഇൻ എ പൊസിഷൻ, ഇൻ എ ഹിഡൻ സാധന എന്ന് പറഞ്ഞാൽ എന്താ, ഒളിച്ചു വെച്ചിരിക്കുന്ന സാധന, അതിനെയാണ് കൗള സാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുറമേ കാണുമ്പോൾ സാരിയൊക്കെ നമ്മളിങ്ങനെ ഉടുത്ത് ദേവിക്ക് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു, നല്ല ഒരു സ്വർണ്ണ സേഫ്റ്റി പിൻ കൊണ്ട് കുത്തിയിരിക്കുകയാണ് അല്ലെ, എല്ലാം ഭംഗിയായിട്ടിരിക്കണം. അപ്പൊ അതിനെന്താ, നമ്മൾ ആ ഭംഗിയായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പുറമേ നിന്ന് ഒരാള് കാണുമ്പോൾ അവൻ നന്നായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു, ബാഹ്യമായിരിക്കുന്ന നല്ല ഒരു ആനന്ദം അവിടെ കാണാൻ പറ്റും. പക്ഷെ എന്താണ് അതിന്റെ പുറകിൽ, ഈ സേഫ്റ്റി പിൻ കാണുന്നില്ല നമ്മൾ അല്ലെ. സാരിയുടെ അടിയിലാണ് ഇത് കുത്തുന്നത്, ഇല്ലെങ്കിൽ മുകളിലാണെങ്കിൽ ബ്ലൗസിന്റെ അടിയിലായിട്ടാണ് കുത്തുന്നത്, മറഞ്ഞിരിക്കുകയാണ്. എന്താണ്, ഈ സാധന എന്നുള്ളത് മറച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തെ ഒരു സ്റ്റഡിയാക്കി ഒരു ജീവിതചര്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോ കൗള സാധന എന്ന് പറഞ്ഞത് സമയാചാരം ടോട്ടലി അകത്താണ്. അപ്പൊ കൗളം എന്ന് പറയുന്ന സാധനാ മാർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തികള് അതിനെ മറച്ചു വെക്കണം, പുറമേ കാണിക്കാൻ പാടില്ല. ഞാനൊരു സാധകനാണെന്നോ പഞ്ചദശി ഉപാസകനാണെന്നോ ഒന്നും പുറമേ യാതൊരു വിധത്തിലും പറയാനോ അതിന്റെ യാതൊരു ചിഹ്നങ്ങളെ പുറമേ കാണിക്കാനോ പാടില്ല. ഹിഡൻ സാധന എന്നാണ് പറയുന്നത്, അകത്ത് ചെയ്യുന്ന സാധന. അപ്പോ നമ്മള് പുറമെ കാണുമ്പോഴെന്താ, നല്ല ആനന്ദമായിട്ട് സാധാരണ ഒരു വ്യക്തിയെ പോലെ അല്ല, എപ്പോഴും ആനന്ദത്തിലും സന്തോഷത്തിലും നല്ല വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ജീവിതചര്യയിലും കൂടെ കടന്നു പോകുന്ന വ്യക്തി. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഇതിന്റെ രഹസ്യം, അദ്ദേഹം എപ്പോഴും ആനന്ദമായിട്ടിരിക്കണില്ലേ, എന്താണ് ഇതിന്റെ പുറകില്? അപ്പൊ നമുക്ക് ആ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ അറിയാവൂ താനൊരു സാധകനാണെന്നും തന്റെ ജീവിതചര്യ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും. അപ്പൊ പഞ്ചദശി മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ആ ഒരു ഗാർമെന്റ്, നമ്മുടെ ആവരണമാണ്, നമ്മുടെ ശരീരത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന. എന്താ കാരണം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 36 തത്വങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ. ഈ പഞ്ചദശി മന്ത്രം എന്ന് പറയുന്ന ആ വസ്ത്രം കൊണ്ട് നമ്മൾ മറച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരുപാട് മന്ത്രങ്ങള് നമ്മൾ, അതായത് പഞ്ചദശി മന്ത്രത്തിന്റെ ഓരോ ആംനായങ്ങളിലും, പൂർവാംനായം, ഉത്തരാംനായം, ദക്ഷിണാംനായം, അനുത്തരാംനായം എന്നൊക്കെ പറയുന്ന ആംനായങ്ങളില് നമുക്ക് ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അപ്പോ നമുക്ക് ഈ കൗള സാധനയില് നമുക്ക് ശരിക്കും പറഞ്ഞാല് ബാഹ്യ പൂജയിലൂടെ ആന്തരികമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻഷ്യൽ ആ ഒരു നോളജ് ആണ് കിട്ടുന്നത് നമുക്ക്. കാരണം പൂജകൾ ചെയ്ത് കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് ബാഹ്യ പൂജകളെല്ലാം ചെയ്ത് ആന്തരികമായിട്ടുള്ള ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്. കാരണം ഈ അനുത്തരാംനായത്തിൽ ഒത്തിരി മന്ത്രങ്ങള് നമുക്ക് കിട്ടിയിട്ടുള്ള മഹാഷോഡശി ഉൾപ്പെടെയുള്ള മഹാവിദ്യ, അതാണ് നമ്മൾ ഷോഡശി മൂലവിദ്യ എന്ന് പറയുന്നത്. കാരണം അനുത്തരാംനായം എന്ന് പറയുന്ന ഊർധ്വം അനുത്വരം അല്ലെ, 4 ആംനായങ്ങള്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ 4 ആംനായങ്ങൾക്ക് ശേഷം മുകളിലേക്ക് ഒരു ആംനായവും താഴത്തേക്ക് ഒരു ആംനായവും ഉണ്ട് അല്ലെ. മുകളിലേക്കുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ശിവതത്വമാണ്, അതൊരിക്കലും വെളിപ്പെടുത്താറില്ല. താഴോട്ടുള്ള അനുത്തരാംനായം എന്ന് പറയുന്നതാണ് ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ എത്രയും ഗഹനമായിട്ട് എത്രത്തോളം മറച്ചു വെക്കേണ്ടതാണോ അത് നമുക്ക് പുറമേ കാണുന്ന ആനന്ദവും ആ ഒരു എന്താ പറയാ ആ വ്യക്തിയിൽ കാണുന്ന എന്ത് കാര്യങ്ങളും, അതായത് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സാധകനാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്ത് വളരെ ശാന്തമായിരിക്കുന്ന ഒരു സന്തോഷം എപ്പോഴും അലയടിക്കുന്നുണ്ടാവും. എന്താ കാരണം, ഈ ഒരു മന്ത്ര ഉപാസന കൊണ്ട് അവൻ ഷോഡശി മന്ത്രം, അതായത് ഷോഡശി ഉപാസന, സാധാരണ പഞ്ചദശി കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഷോഡശി കിട്ടുന്നത്. അപ്പൊ ഷോഡശി മൂലവിദ്യയുടെ ഉപാസന കൊണ്ടാണ്.
അപ്പോ ആർക്കാ അറിയുന്നത്? ഇത് സാധകനും ദേവിക്ക് മാത്രമേ അറിയാവൂ. ഇത് പുറമേ കാണിക്കേണ്ടതല്ല. ദേവിക്ക് ഈ ചന്നവീരം എന്ന് പറയുന്ന ആ ഒരു പൂണുനൂല് പോലെയുള്ള ആഭരണവും നമ്മൾ വസ്ത്രത്തിന്റെ അകത്താ ഇടുന്നത് അല്ലേ? പുരുഷന്മാരാണെങ്കിലും വസ്ത്രത്തിനകത്ത് കിടക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. ഇനി രണ്ട് സൈഡും തുറന്ന ഒരു മാലയാണ് എന്ന് പറയണമെങ്കിൽ എന്താ? നമ്മൾ എപ്പോഴാണോ ഒരു വട്ടം എന്ന് പറയുമ്പോൾ ആ ഒരു ജനന മൃതിയാകുന്ന സംസാര സാഗരം, നമ്മള് എല്ലാ ജീവന്മാരും അതില് കയറി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒരു ഓപ്പണിംഗ് ഇല്ല, പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ജന്മം, വീണ്ടും മരണം, വീണ്ടും കർമ്മങ്ങള്, വീണ്ടും ജനനം അല്ലെ? ഇങ്ങനെ ജനിമൃതിയാകുന്ന ഒരു വട്ടം, അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നമുക്ക് ഒരു ഓപ്പണിംഗ്, ദേവിയെ ഉപാസനയിലൂടെ ആ രണ്ട് സൈഡും തുറന്ന ഒരു മാല ധരിക്കുക എന്ന് പറഞ്ഞാല് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് കൈവല്യ പദമുക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോ ചന്നവീരം എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് വേണമെങ്കിലും എടുക്കാം. കാരണം സേഫ്റ്റി പിന്നായിട്ട് എടുക്കുകയാണെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന സാധനം. ഇതിലേതെടുത്താലും ദേവിക്ക് കൊടുക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഈ തലം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉയരാൻ സാധിക്കും. അടുത്തത് 35-ാമത്തത് കേയൂര യുഗള ചതുഷ്ടയം. ഇപ്പൊ തോളിലും ഭുജത്തിലുമായിട്ട് ഇരു കൈയിലും അണിയുന്ന 4 തോൾവള, ഇതിനെയാണ് കേയൂര യുഗള ചതുഷ്ടയം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ദേവി ലളിതാ സഹസ്രനാമത്തിൽ കാണാം, കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. അപ്പോ 4 പെയർസ് അല്ലെ, 4 പെയറാണ് നമ്മൾ മുകളിലത്തെ കയ്യിലും ആ ഒരു താഴെയുമായിട്ട് ധരിക്കുന്നത്. മുകളിൽ ധരിക്കുന്നത് എന്താണ്? നമ്മൾ നാഗവള, ഒരു പാമ്പിനെ പോലെ വളഞ്ഞ നാഗവളയാണ് അല്ലെ, സ്വർണത്തിൽ ഉണ്ടാക്കിയ നാഗവളയാണ് മുകളിൽ ദേവി ധരിക്കുന്നത്. ഇതിനകത്ത് സ്വർണം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുവരെ നമ്മൾ കണ്ടതില് എപ്പോഴും സ്വർണം എന്ന് പറയുമ്പോൾ ഏറ്റവും മഹത്തായിരിക്കുന്ന വസ്തുവിനെ കാണിച്ചു തരുന്നത്, മഹത്തായിരിക്കുന്ന വസ്തു എന്താണ്? ഒരു സാധകനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ മഹത്തരമായിരിക്കുന്ന മുഹൂർത്തം തന്റെ ഗുരുവിനെ കണ്ടുമുട്ടുക, അത് തന്നെ. അപ്പൊ ഈ ഗോൾഡ് എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്, വളരെ പ്രഷ്യസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ശ്രീ ഗുരുവിനെ കാണിക്കണത്. അപ്പൊ എ പെയർ, 2 കൈയിലും ദേവി ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് ദമ്പതി ഗുരു എന്ന് പറയുന്നത്. കൗള സമ്പ്രദായത്തിലെ ഭാര്യയും ഭർത്താവും ചേർന്നിരുന്നു കൊണ്ടാണ് മന്ത്രദീക്ഷ കൊടുക്കുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ നമ്മുടെ കൈ എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? കർമ്മേന്ദ്രിയത്തെ കാണിക്കുന്നു അല്ലെ? നമ്മുടെ മുഖത്ത് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ കർമ്മേന്ദ്രിയങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ആ ഒരു 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്ക് ഗുരു ആ ഒരു ദീക്ഷ തന്നു, നമ്മള് ശ്രീവിദ്യ ഉപാസനയിലേക്ക് പ്രവേശിച്ചു. ഗുരു അവസാനം നമ്മൾ ആ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ ഗുരു നമുക്ക് തരുന്നതാണ് പൂർണ്ണ ദീക്ഷാ മന്ത്രം. ഇപ്പൊ പൂർണ്ണ ദീക്ഷാ മന്ത്രം ഗുരു ദമ്പതികള് ശിവനും ശക്തിയുമായിട്ടിരുന്നു. നമ്മുടെ ആ ഒരു സഹസ്രാരത്തിൽ നമ്മള് ഗുരുവിൽ ശിവശക്തി പാദങ്ങളാണ് അല്ലെ, രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. അപ്പൊ നമ്മുടെ ശിരസില് ആ ശിവപാദവും ദേവിയുടെ പാദവും നമ്മൾ ഒരുമിച്ച്, അതാണ് ദമ്പതി ഗുരുക്കന്മാരെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഭാര്യയും ഭർത്താവിനെയും ചേർത്ത് മാത്രമേ ഇവിടെ പറയാറുള്ളൂ. കാരണം എന്താ? അവര് സൃഷ്ടിക്കായിട്ടിരിക്കുന്ന കാമേശ്വരന്മാരാണ്. കാമേശ്വരിയും കാമേശ്വരനും അവരാരാണ്? ശിവനും ദേവിയും തന്നെയാണ്. സൃഷ്ടിക്ക് ഉന്മുഖമായിട്ടിരിക്കുമ്പോൾ അവരെ കാമേശ്വരനും കാമേശ്വരി എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും കൗള സമ്പ്രദായത്തില് ദമ്പതി ഗുരുവിനെ മാത്രമേ നമ്മൾ വന്ദിക്കാറുള്ളൂ. അപ്പോ ഈ 4 ആഭരണങ്ങൾ, അതായത് ഈ 2 വീതം, വലത് കൈയിലും ഇടത് കൈയിലും, അങ്ങനെ ഈ 2 വെച്ച് 4 എണ്ണം. അതെന്താ കാണിക്കുന്നത്? ഒരു ഗുരു തന്റെ ശിഷ്യന് മന്ത്രം കൊടുത്ത് അവനെ പുരസ്ചരണം, ഹോമം, യന്ത്രപൂജ ഇതിലൂടെയൊക്കെ കടത്തിവിട്ട് അവൻ എപ്പോഴാണോ പാകമാകുന്നത് അപ്പൊ അവന് പൂർണ്ണ ദീക്ഷാ മന്ത്രം കൊടുക്കുക. പൂർണ്ണ ദീക്ഷ എന്താണ്? പൂർണ്ണ ദീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മഹാവാക്യങ്ങളായിരിക്കുന്ന 4 മഹാവാക്യങ്ങളുണ്ട്. വൈദികമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങളെ എങ്ങനെയാണ് ഒരു സാധകൻ മനസ്സിലാക്കുന്നത്? ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിലൂടെ, ഷോഡശാക്ഷരി മന്ത്രത്തിലൂടെ ഈ 4 മഹാവാക്യങ്ങളും താനാണ് എന്നുള്ള അറിവിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധകനെ എന്താണ് ഗുരുമണ്ഡലം എന്ത് കൊടുക്കും? ഇല്ലെങ്കിൽ ഗുരു പരമ്പര അവന് പൂർണ്ണ ദീക്ഷാ മന്ത്രത്തെ കൊടുക്കും. അപ്പൊ പൂർണ്ണ ദീക്ഷാ മന്ത്രത്തിലെ 4 മഹാവാക്യങ്ങളെയാണ് 4 അല്ലെങ്കിൽ കേയൂര ചതുഷ്ടയം 4 എന്ന് പറയുന്നത്. ഈ 4 മഹാവാക്യങ്ങളെ അറിയുക.
ദേവി നമ്മളെ ഈ ഓരോ ജീവനും ഈ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോ കർമ്മ പ്രപഞ്ചത്തിലേക്ക് വരുന്നതാണ് നമ്മളല്ലേ. നമ്മള് ആ ഒരു നിവർത്തി മാർഗത്തിലേക്കല്ല, പ്രവൃത്തി മാർഗത്തിലേക്ക് വരുന്ന. പ്രവർത്തനം എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ്. കർമ്മങ്ങളാണ് നമുക്ക് പുണ്യപാപങ്ങൾ ആർജിച്ചു തരുന്നത്. ആ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് ജന്മം എടുക്കുന്നത്. ആ ജന്മം കൈയാണ് ഏറ്റവും കൂടുതൽ അല്ലെ. കൈകളാണ് നമുക്ക് കർമ്മം ചെയ്യുക. നമ്മൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം കൈകളിലൂടെയാണ്. അപ്പൊ ദേവി എന്താണ്, ഈ 4 തോൾവളയും കയ്യിൽ താഴെയായിട്ടും 2 വളകൾ 2 കൈയിലും അണിഞ്ഞിരിക്കുകയാണ്. അപ്പോ എന്താണ് ദേവിയുടെ ആഭരണം? ദേവി ആരാണെന്ന് അറിയുക. ദേവിയുടെ ആഭരണം, ദേവിയെ അറിയുന്നത്, ദേവിക്ക് ആ ഒരു ശോഭ കൊടുക്കുന്നത് എന്താണ്? ഈ മഹാവാക്യങ്ങളാണ്. കാരണം അഹമിത്യേവ വിഭാവയേ ഭവാനി, തന്റെ ഉള്ളിലിരിക്കുന്ന ഐശ്വര്യ ചൈതന്യത്തെ അറിയുക എന്നുള്ളതാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അപ്പോ ഈ കേയൂര യുഗള ചതുഷ്ടയം കൊടുക്കുമ്പോൾ എന്താണ്? പൂർണ്ണ ദീക്ഷാ മന്ത്രത്തെ, ശ്രീവിദ്യ ഉപാസനയുടെ അവസാനത്തെ തലമാണ്. 12 വർഷമാണ് സാധാരണ ഒരു കൗള സമ്പ്രദായത്തില് പൂർണ്ണ ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ മഹാവാക്യങ്ങളെല്ലാം മൂലമന്ത്രത്തിനോട് ചേർന്ന് സ്വസ്വരൂപത്തെ അറിയിക്കുന്നു. അപ്പൊ ഈ മഹാവാക്യങ്ങളെല്ലാം സ്വസ്വരൂപത്തോട് ചേരുമ്പോ പിന്നെ സ്ഥിരം നമുക്ക് പൂർണ്ണദീക്ഷാ മന്ത്രം മാത്രമാണ് ജപിക്കേണ്ടത്. ഗുരുമന്ത്രവും പൂർണ്ണദീക്ഷാ മന്ത്രവും പിന്നെ ഒന്നായിട്ട് ചേരുകയാണ്. അപ്പം പൂർണ്ണദീക്ഷാ മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടുന്ന ഗുരുമന്ത്രം അല്ല. കാരണം ആ ഗുരുമന്ത്രം എന്തിലോട്ട് ചേരുന്നു? പൂർണ്ണദീക്ഷാ മന്ത്രത്തിൽ ചേരുന്നു. അപ്പൊ ആ പൂർണ്ണദീക്ഷയിൽ എന്താണ്? നമ്മുടെ ശരീരമാകുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ചേർന്ന, അന്ധകരണങ്ങളും ചേർന്ന ഈ ശരീരം, ആ ശരീരത്തിനകത്തിരിക്കുന്ന അഹമിത്യേവ വിഭാവയേ ഭവാനി എന്ന് പറയുന്ന ദേവിയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മൂലമന്ത്രത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ദേവിയാണ് താനെന്നുള്ള അനുഭവ മണ്ഡലത്തിലേക്ക് എത്തുന്നു. ആ അനുഭവ മണ്ഡലം എത്തിക്കഴിയുമ്പോൾ കർമ്മബന്ധത്തെ വിച്ഛേദിക്കുന്നു. ആ കർമ്മബന്ധം എപ്പോഴാ തീരുന്നത്? ഞാനാണ്, എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനും ഞാനും ദേവിയും ശ്രീചക്രവും ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും ഒന്നും രണ്ടല്ല, എല്ലാം ഒന്നാണ്. ശ്രീ ഗുരു, ശ്രീചക്രം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ അതിന്റെ ഈ മൂന്നും എവിടെ ചേരണു? ശ്രീ ഗുരുവിലൂടെ നമ്മള് ശ്രീദേവിയിൽ ചേരുകയാണ്. ഇതെല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥ. അപ്പൊ കർമ്മബന്ധത്തെ വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജനിമൃതികളിലോട്ട് പിന്നെ വരാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഈ ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്യമാക്കുന്നത് എന്താണ്? അതുകൊണ്ടാണ് ശ്രീവിദ്യാ മന്ത്രത്തെ ആത്മവിദ്യ, ശ്രീവിദ്യ, ഷോഡശാക്ഷരി വിദ്യ, മഹാവിദ്യ എന്നൊക്കെ പറയുന്നത്. അഹമായിരിക്കുന്ന നമ്മുടെ ബോധത്തെ മഹത്തായിരിക്കുന്ന ഈശ്വരനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്ന വിദ്യ. അപ്പോ അടുത്ത എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? 36ാമത്തെ ഉപചാരം വളയാവലി. അപ്പൊ വരിയായിട്ടുള്ള കൈവളകള് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? സ്ത്രീകള് കൈകളിൽ ഒറ്റ വളകൾ ധരിക്കുക, നല്ല ഭംഗിയാണല്ലേ? 8 വളകള്. ഈ പറഞ്ഞ വലയാവലി എന്ന് പറയുമ്പോൾ ദേവിക്ക് അഷ്ടം എന്ന് പറഞ്ഞാൽ 8 വളകൾ, ഒറ്റ വളകള്. അല്ലെ? അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താണ്? 8. ഈ 8 എന്ന് പറയുന്നത് പുര്യഷ്ടക ജീവനെയാണ് കാണിക്കുന്നത്. പുര്യഷ്ടക ജീവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്ന ജീവാത്മാവ് എന്തിലാണോ വരുന്നത്, ഈ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായ പഞ്ചഭൂതങ്ങളും ഭൂമി, ജല, അഗ്നി, വായു, ആകാശവും സൂര്യനും ചന്ദ്രനും ഞാൻ എന്ന് പറയുന്ന ബോധവും, ഇതിനെയാണ് ദക്ഷിണാമൂർത്തി സ്വരൂപം, ഭഗവാനെ അഷ്ടമൂർത്തി എന്ന് പറയുന്നത്. ദക്ഷിണാമൂർത്തിയിൽ ഇത് നമ്മൾ വളരെ വിസ്തരിച്ച് കണ്ടു അല്ലെ? അഷ്ടമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ. അപ്പൊ ഈ ജീവൻ വരുന്നതിന് എന്താ? ആ ജീവനെ മൊത്തത്തിൽ പറയുന്നതാണ് പുര്യഷ്ടക ജീവൻ എന്ന്. അപ്പൊ അഷ്ടം എന്ന് പറഞ്ഞാൽ 8ആണ്. അപ്പൊ ലോകത്തിലെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ജീവൻ ശരീരത്തിൽ ഇരിക്കണം അല്ലെ? കാശ്മീർ ശൈവിസത്തിൽ പറയണു, ശരിക്കും പറഞ്ഞാൽ ആവലി എന്ന് പറഞ്ഞാല് ഒരു ലൈൻ എന്നാ പറയുന്നത്. ഒരു ലൈൻ, ആവലി, കൂട്ടം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. 224 ഭുവനങ്ങള് ഒരു വലിയ എന്താ പറയാ, ഒരേ ഒരു ലൈനില് കോർത്തതുപോലെ എല്ലാ ഭുവനങ്ങളും ഉണ്ടാക്കുന്നത് ഈ മഹാശക്തിയാണെന്നുള്ള തിരിച്ചറിവ്. അതായത് ഈ ഭുവനങ്ങളെ എല്ലാം ഉണ്ടാക്കി ഇതിൽ രമിക്കുന്ന ആ മഹാശക്തിയെ ഒറ്റ വരിയിൽ കൂടെ തന്നെ നമ്മൾ അനുഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മൂലമന്ത്രമായിരിക്കുന്ന പഞ്ചദശിയുടെ ഭാഗമാണ്.
സൃഷ്ടപ്രപഞ്ചം എല്ലാം തന്നെ എന്താണ്? പഞ്ചദശി മന്ത്രമാണ് അല്ലെ. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ ഭുവനേശ്വരി മന്ത്രമായിട്ട് പറയാം, ഗായത്രി മന്ത്രമായിട്ട് പറയാം. കാരണം ഗായത്രി 3 ലോകങ്ങളാണ് അല്ലെ, ഭൂർ ഭുവ സുവ. അപ്പൊ അതിന്റെ വ്യാഹൃതികള്, അപ്പം ആ വ്യാഹൃതികളും കൂടെ ചേർത്ത് 7 ലോകങ്ങള് അങ്ങനെ പറയാം നമുക്ക്. അപ്പൊ വലയാവലി എന്ന് പറഞ്ഞാല് ദേവിയുടെ കയ്യിൽ കിടക്കുന്ന 8 വളകള്, ഒറ്റയായിട്ട് കിടക്കുന്ന 8 വളകള്. അപ്പൊ നമ്മള് ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ പുര്യഷ്ടക ജീവനാണത്. അപ്പൊ ഒരേ വരിയിൽ തന്നെ ഈ എല്ലാ ലോകങ്ങളെയും അനുഭവ മണ്ഡലം, അതായത് ഈശ്വരനായി തീർന്നാൽ പിന്നെ എന്താ? കർത്തും അകർത്തും അന്യഥാ കർത്തും അല്ലെ, ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യാനും കഴിവുള്ള ഒരു മഹാശക്തി എന്ന് പറയുന്ന തലത്തിലേക്ക് ജീവൻ ഉയരുകയാണ്. അപ്പൊ ഒരു ഭുവനേശ്വരി, എല്ലാ ഭുവനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരിയായിട്ടുള്ളവൾ, ആ ദേവിയെ അറിയുമ്പോ എന്താ? എല്ലാ അനുഭവ മണ്ഡലങ്ങളും നമുക്ക് ഒരുമിച്ച് അനുഭവവേദ്യമാവുകയാണ്. അപ്പൊ വലയാവലി എന്ന് പറയുന്നത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മള് ആ ഒരു അഹംബോധത്തിൽ നിന്ന് മഹത്തായിരിക്കുന്ന തലത്തിലേക്ക് ഉയരുന്നതാണ്. 37ാമത്തത് ഊർമികാവലി. അപ്പൊ വരി വരിയായിട്ടുള്ള മോതിരങ്ങൾ, അതിനെയാണ് നമ്മൾ ഊർമികാവലി. നമ്മളിപ്പോ വിരലിലേക്ക് വന്നു, ഇതുവരെ കൈകളെ കണ്ടു ദേവിക്ക് ഇല്ലേ, കേയൂര് ചതുഷ്ടയങ്ങള്, വലയാവലി, അത് കഴിഞ്ഞ് ഊർമികാവലി. ഓരോ വിരലുകളിൽ, അതായത് മോതിരങ്ങള്, അതായത് ബാഹ്യ കർമ്മങ്ങൾ ചെയ്യുന്ന കൈ, ഏറ്റവും നമ്മുടെ ഉള്ളം കൈയാണ് നമ്മളെല്ലാം തർപ്പണം ചെയ്യുന്നത്, ദേവി പൂജ ചെയ്യുന്നത്, എല്ലാ കർമ്മങ്ങളും നമ്മുടെ കൈവിരലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഓരോ കൈവിരലുകളും ഓരോന്നിനെയാണ് കാണിക്കുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ കൈവിരലുകള് പഞ്ചഭൂത തത്വത്തെയാണ് കാണിക്കുന്നത്. തള്ളവിരൽ എന്ന് പറയുന്നത് ആകാശം, ആകാശം കഴിഞ്ഞിട്ട് എന്താണ്? വായു, വായു കഴിഞ്ഞ് അഗ്നി, അഗ്നി ആപഹ, ആപോ പൃഥ്വി. അങ്ങനെ നമ്മുടെ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ബാഹ്യ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം കൈകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ദേവി എല്ലാ വിരലിലും എന്താണ് ഇട്ടിരിക്കുന്നത്? സ്വർണ്ണ മോതിരങ്ങള്, ഊർമികാവലി. അപ്പൊ ഗോൾഡൻ റിങ്സ് ആണ് അമ്മ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ ലീനേജിനെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഈ സ്വർണ്ണ മോതിരങ്ങൾ എന്ന് പറയുന്നത് മന്ത്ര ഉപദേശം ചെയ്ത് തന്റെ വിരലുകൾ കൊണ്ട് തന്റെ ശിഷ്യന്റെ ശിരസിലെ തൊട്ട് അനുഗ്രഹിക്കുന്ന കൈകള്, ഇട്ടിരിക്കുന്ന മോതിരങ്ങള്. അപ്പൊ മന്ത്ര ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ജീവിതത്തിൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈ മന്ത്രത്തെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാല് മന്ത്രദേവതയെ ഓർത്തുകൊണ്ട് ചെയ്യുക. അപ്പോ ഒരു ജീവിതത്തിലെ ഷഡൂർമികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ ജീവിതത്തില് ഈ ഒരു എപ്പോഴാണ് ഒരു ജീവൻ ഈ ശരീരം സ്വീകരിക്കുന്നത്, അവന് ജന്മം, മൃത്യു, ജര, വ്യാധി, വിശപ്പ്, ദാഹം അല്ലെ, ഇങ്ങനെ ഷഡൂർമികൾ പറയാറുണ്ട്. ഇല്ലെങ്കിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എല്ലാം ഈ സംസാര യാത്രയിൽ അവൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അവന് നേരിടേണ്ട ശത്രുക്കളാണ് ഇതെല്ലാം തന്നെ. ദേവിയുടെ വിരലിൽ നിന്ന് എന്താണ് നമ്മൾ കണ്ടത്? ദേവിയുടെ 10 വിരലിൽ നിന്ന് 10 അവതാരങ്ങള്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങള് നമ്മൾ കണ്ടു. എന്താണ്? കരാങ്കുലി, നഖോത്പന്ന, നാരായണ ദശാകൃതി, 10 അവതാരങ്ങൾ. കാരണം ഈ 10 അവതാരങ്ങൾ ഒരു സമയത്തല്ല, എപ്പോഴൊക്കെ ഈ പ്രപഞ്ചമുണ്ടോ അപ്പോഴൊക്കെ ദേവിയുടെ കയ്യിൽ നിന്ന് ഈ 10 വിരലിൽ നിന്ന് 10 അവതാരങ്ങൾ വരുന്നു. 10 അവതാരം എന്ന് പറഞ്ഞാൽ വിഷ്ണു. നമ്മള് സാധാരണ രാവിലെ എണീക്കുമ്പോ കൈ നോക്കി എന്താ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, അല്ലെങ്കിൽ ഗൗരി. അപ്പോ നമ്മൾ രാവിലെ കരങ്ങളെ വന്ദിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്ന കരങ്ങള്. എന്തിനായി നമ്മൾ ഈ മോതിരങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ 10 അവതാരങ്ങള്. 10 അവതാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ആന്തരിക അർത്ഥം. അതിനൊരു എവല്യൂഷൻ തിയറിയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം. അത് ജീവിതത്തില് ആ ഒരു പഞ്ചഭൂതങ്ങളിലൂടെ മനുഷ്യന്റെ യാത്ര. അപ്പൊ അത് ഒരു ദിവസം നമുക്കത് പ്രത്യേകിച്ച് കാണാം. അല്ലാതെ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിശദമായിട്ട് പോകും. അതുകൊണ്ട് അത് പറയുന്നില്ല. കരാങ്കുലി, നഖോത്പന്ന, നാരായണ ദശാകൃതി. വിഷ്ണുവിന്റെ 10 അവതാരങ്ങള് ദേവിയുടെ കയ്യിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ദേവിയുടെ 10 വിരലിലെ മോതിരങ്ങള് എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഗുരുമണ്ഡലത്തെ കാണിക്കുന്നു. ഗുരുമണ്ഡലത്തിലൂടെ കിട്ടുന്ന പഞ്ചദശാക്ഷരി മന്ത്രം, എങ്കിലും മഹാഷോഡശി മന്ത്രം. അപ്പൊ ഈ മന്ത്രം എന്താണ്? ഈ മന്ത്രദേവത നമുക്ക് സംസാര യാത്രയിൽ നേരിടേണ്ട കാമക്രോധാദികളാകുന്ന ഷഡൂർമികളെ നേരിടാൻ നമ്മളെ സഹായിക്കണു. കാരണം വിഷ്ണു എന്ന് പറയുന്നത് എന്താ? വ്യാപ്നോതി വിഷ്ണു. ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ആ ഒരു ഈശ്വരനാണ് വിഷ്ണു. അപ്പൊ നമുക്ക് സംസാര സാഗരത്തിലാ പ്രശ്നം വരുന്നത് അല്ലെ. ഈ പ്രപഞ്ചത്തില്, നമ്മുടെ ജീവിതത്തില്
ഈ ഷഡൂർമികൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. കാരണം നമ്മുടെ പാസ്റ്റ് കർമ്മങ്ങളാണ്, കർമ്മങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി കർമ്മത്തെ ശുദ്ധമാക്കാനും ഇനി കൂടുതൽ സഞ്ചിത കർമ്മങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മളെ സത്വഗുണ പ്രധാനമായിരിക്കുന്ന അതായത് കർമ്മങ്ങളെല്ലാം ഈശ്വരൻ അർപ്പിതമായിട്ട്, ആ ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം, നമുക്ക് ഇച്ഛയായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാതെ ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് അഹമിത്യേവ വിഭാവയെ ഭവാനി, എന്റെ ഉള്ളിലിരിക്കുന്ന ദേവി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. ദേവിയുടെ 10 കരാങ്കുലി എന്ന് പറയുമ്പോൾ അമ്മയുടെ 10 വിരലുകളില് 10 സ്വർണ്ണ മോതിരങ്ങള്. ആ വിരലുകള് ബാഹ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ദേവതയെ ഓർത്തുകൊണ്ട് തനിക്കായിട്ട് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. അതിന്റെ ഫലത്തിൽ നിശ്ചയിക്കുന്ന നമ്മളല്ല. കാരണം നമ്മളെ എല്ലാ കർമ്മങ്ങളും ഫലത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ജനിക്കുന്നത് മുതൽ മരിക്കുന്നിടം വരെ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, മക്കളെ ഉണ്ടാക്കുന്നു, അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അവരെ വളർത്തി വലുതാക്കുന്നു, അവർ വയസ്സാകുമ്പോൾ നമുക്ക് താങ്ങാവെന്ന് വിചാരിക്കുന്നു, ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുന്നു, രോഗിയായിട്ട് കിടക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നു, ആ ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടും. അങ്ങനെ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, ഇത് ചെയ്താൽ അത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കർമ്മങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ നിശ്ചയിക്കുന്ന ആരാ? നമ്മളിനി എത്ര ഇൻഷുറൻസ് ഉണ്ടാക്കിയാലും അത് ചിലപ്പോൾ ഒരു പൈസ പോലും ഉപയോഗപ്പെട്ടില്ല എന്ന് വരും. അങ്ങനെ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് എല്ലാം നന്നായിട്ട് ഈശ്വരാർപ്പിതമായിട്ട് എന്തൊക്കെ വന്നു ചേരുന്നോ അതെല്ലാം നന്നായിട്ട് ചെയ്തു പോവുക എന്നുള്ളതല്ലാതെ കർമ്മങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. കർമ്മഫലം ഈശ്വരൻ തരും. അത് കർമ്മഫലം നമുക്കത് 50% 80% എന്തോന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. ഫലം ആരാ തരിക? ഈ പ്രകൃതി അല്ലെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ വാക്കുകളും മനസ്സും പ്രവൃത്തിയും എല്ലാം അതിന്റെ ഫലങ്ങൾ നിശ്ചയിക്കുന്നത്. നമുക്ക് മാർക്ക് ഇട്ട് എന്താണ് കൂടുതൽ നമുക്കറിയില്ല, ആർക്കും അത് നിശ്ചയിക്കാൻ പറ്റില്ല. പ്രകൃതി നിശ്ചയിക്കും. ആ പ്രകൃതി എന്ന് പറയുന്നത് ഈ നിയാമക ശക്തിയായിരിക്കുന്ന ഭഗവതി തന്നെയാണ്. അപ്പൊ ഭഗവതിക്ക് അറിയാം, അമ്മ തന്നെയാണ് ഈ 36 തത്വമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ തീരുമാനിക്കും. അപ്പൊ നമ്മുടെ ഈ 10 വിരലുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്തായിരിക്കണം? ഈ 10 വിരലുകളും നമുക്ക് ഈ പറയുന്ന ശരീരവും എല്ലാം തന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ നമ്മുടെ ചിന്താമണി ഗൃഹത്തിലുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുക. പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ള ഭാവത്തോടുകൂടി ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ആ ഒരു കർമ്മഫല ത്യാഗമാണ് ഏറ്റവും വേണ്ടത് ഒരു ഉപാസകന്. എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഇത്രയും ഉപാസന ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി, എന്ത് നേടി? ഇതൊക്കെ നമ്മൾ ആരോടാ ചോദിക്കുന്നത്? നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത് അല്ലെ. അതിന്റെ ഉത്തരം നമുക്ക് അവിടുന്ന് കിട്ടണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു കർമ്മത്തെയുമായിട്ട് ബന്ധപ്പെട്ട ഊർമികാബലി 10 മോതിരങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മ എന്റെ കർമ്മങ്ങളെല്ലാം തന്നെ ആ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്ത് ചെയ്താലും ആ ഓം തത് സത് എന്നുള്ള ഭാവത്തില് ഒന്നും എന്റേതല്ല, എല്ലാം അവിടെ സമർപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇതാണ് ഊർമികാബലി. 38 എന്ന് പറയുന്ന ഉപചാരം എന്താണ്? കാഞ്ചിധാമം. കാഞ്ചിധാമം എന്ന് പറഞ്ഞാൽ ഒഡ്യാണം. അപ്പൊ അവിടെയും സ്വർണം തന്നെയാണ് വരുന്നത്. കാഞ്ചിധാമം എന്ന് പറഞ്ഞ സ്വർണ്ണ ആ ഒഡ്യാണം ധരിച്ചിരിക്കുന്ന ഭഗവതി. ഇപ്പൊ കാഞ്ചി എന്ന് പറഞ്ഞാൽ ക പ്ലസ് ആഞ്ചി. അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും പറഞ്ഞാല് ഫയർ സാക്രിഫൈസ്, ഹോമം. ആ ഒരു ഹോമത്തെയാണ് കാണിക്കുന്നത്. കാരണം ബ്രഹ്മാവ് തന്റെ ആ ഒരു ശക്തികളെല്ലാം നശിച്ചുവെന്നും പിന്നെ ദേവിക്ക് പ്രത്യേക ഒരു ഹോമം നടത്തി അതിനകത്ത് എന്താ പറയാ, ആ ഒരു ക്രിയേറ്റീവ് പവർ, തനിക്ക് സൃഷ്ടിക്കാനുള്ള ശക്തിയെല്ലാം അതിൽ നിന്നാണ് കിട്ടിയതെന്നും പറയുന്നുണ്ട് പുരാണത്തില്. ദേവി ഭാഗവതത്തിലുണ്ട് അങ്ങനെ ഒരു കഥ. പിന്നെ ഒരു സ്ത്രീയുടെ ആ ഒരു എന്താ പറയാ മിഡിൽ ഭാഗം, നമ്മുടെ മണിപൂരക ചക്രം എന്ന് പറയുന്നത്, എല്ലാവരും സാരി ഉടുക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു സ്വർണ്ണ ഒഡ്യാണം കൊണ്ട് മറച്ചിരിക്കുകയാണ്. പൊക്കിൾ കൊടി എല്ലാം മറച്ചുകൊണ്ട് ആ സാരിയെ നല്ല ഭംഗിയായിട്ട് വെച്ചുകൊണ്ട് മേളില് ദേവി ഒഡ്യാണം, അത് സ്വർണത്തിലുള്ള മുത്തുകൾ പതിച്ച അതിലെ മണികൾ കിലുങ്ങുന്ന ഒരു ഒഡ്യാണം ധരിച്ചിരിക്കുന്നു. രത്ന കിങ്കിണി കാര്യമ്യ രശനാദാമ ഭൂഷിതായേ നമ. അമ്മ ധരിച്ചിരിക്കുന്ന ഉദ്യാനത്തില് മണികൾ തൂങ്ങി കിടപ്പുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മിഡ് പോർഷൻ, ഒരു സ്ത്രീയുടെ ആ ഒരു മിഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മന്ത്രത്തിന്റെ കാമരാജകൂടമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഒരു സ്ത്രീക്ക് മാത്രമേ ആ ഒരു ശക്തിയുള്ളൂ, സൃഷ്ടിക്കാനുള്ള ശക്തി. അപ്പൊ ആ ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത് എവിടെയാണ്? അവളുടെ ഗർഭപാത്രം, ഊമ്പാണ് അല്ലെ. അവിടെയാണ് ഓവറീസ് ഇരിക്കുന്നത്, അവിടെയാണ് അണ്ടം ഉണ്ടാകുന്നത്. ഒരു കൊച്ചു കുഞ്ഞ്
ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ അത് സ്ത്രീ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലും ആ കുഞ്ഞിന്റെ ഓവറിക്കകത്ത് അണ്ടങ്ങൾ ഉണ്ടായിരിക്കും. നോക്കൂ, അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ DNA 7 തലമുറ എന്ന് പറയുന്നത്. ആ കുഞ്ഞ് പുറത്ത് വന്നിട്ടില്ല, അത് 4ാമത്തെ മാസം അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിയാണ്. അപ്പോഴേ ആ സമയത്ത് തന്നെ ആ കുഞ്ഞിന് ഓവറികൾ ഡെവലപ്പ് ചെയ്യാണ്. ആ ഓവറികൾക്കകത്ത് അനേകം 8 മാസം 9 മാസം കുഞ്ഞ് പുറത്തു വരാറാവുമ്പോൾ ആ ചെറിയ കുഞ്ഞിന്റെ പുറത്ത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ ഉള്ളിലെ ഓവറിക്കകത്ത് അനേകായിരം മുട്ടകൾ, ഒരു അനേകായിരം എന്ന് പറയണില്ല, അത് സ്പേംസ് ആണ്. മുട്ടകൾ ഒരു 55-60 മുട്ടകളോളം കാണും. ആ അണ്ടം എന്ന് പറയുന്നത് എന്താ? പുതിയൊരു ജന്മത്തെ കൊടുക്കാനുള്ള സ്ത്രീക്കുള്ള കഴിവ്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഓവറിയും ഗർഭപാത്രവും എല്ലാം എവിടെയാണ്? ഈ മിഡിൽ ഭാഗത്താണ്, അല്ലെ? അപ്പൊ ഒരു കുഞ്ഞിനെ വളർത്തുക, അതായത് ആ ഒരു ക്രിയേറ്റീവ് പവർ 9 മാസം തന്റെ കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിനുള്ളിൽ ചുമന്ന് അതിന് ആഹാരമെല്ലാം പൊക്കിൾ കൊടി വഴി കൊടുത്ത് അതിനെ ഒരു പൂർണ്ണ ശിശുവാക്കി പുറത്തു കൊണ്ടുവരിക. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബി, ദാമ എന്ന് പറഞ്ഞാല് ഒരു ഗാർലൻഡ് എന്ന അർത്ഥം. ശരിക്കും ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന അംഗീകാരം, ഒരു അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റൂ, അങ്ങനെ വളർത്താൻ പറ്റൂ. കുഞ്ഞിനെ ഉള്ളിൽ വളർത്തി പുറത്തു കൊണ്ടുവന്ന് അതിനെ നറിഷ് ചെയ്ത് അതിന് ആഹാരം കൊടുത്ത് പാല് കൊടുത്ത് ആ കുഞ്ഞിനെ ആ പിച്ച വെച്ച് നടക്കുന്നിടം വരെ ആ കുഞ്ഞിന്റെ പരിചരണം അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുക. കാരണം അമ്മയുടെ ഉള്ളിലായിരുന്നു, അമ്മയുടെ ഒരു ഭാഗമായിരുന്നു കുഞ്ഞല്ലേ. അപ്പോ ദാമ എന്ന് പറഞ്ഞ മദർഹുഡ്, അല്ലെങ്കിൽ ആ ഒരു അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന് കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു പുരസ്കാരമായിട്ട് തന്നെ കാണാം. അപ്പൊ അതിനെ കാഞ്ചി ധാമം, അവിടെ നമ്മൾ ഒരു ആഭരണം ധരിച്ചിരിക്കുക. അപ്പോ അതിന് ദാമ ഒരു ഗാർലൻഡ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞ ഒരു റെസ്പെക്റ്റീവ് സൈൻ, ഒരാൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നു. രാജാവിന് കിരീടം കൊടുക്കുന്നു, രാജ്ഞിക്ക് കിരീടം കൊടുക്കുന്നു. എന്താണത്? ആ രാജാവ് എന്നുള്ള പൊസിഷൻ, ആ ഇരിക്കുന്ന കസേരയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം. ഓരോരുത്തർക്കും അവനവന്റെ തൊഴിലില് ആ ഒരു പ്രത്യേക വ്യക്തിക്ക് ആ തൊഴിലിനോടനുബന്ധിച്ച ഒരു വസ്ത്രം, ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അല്ലെ? അതുപോലെ ഈ കാഞ്ചി ധാമം ദേവി ധരിച്ചിരിക്കുന്ന എന്താ? സ്ത്രീത്വത്തിന് കൊടുക്കുന്ന, മാതൃത്വത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരം. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു റെസ്പെക്റ്റീവ് സൈൻ ആണ് ആ അമ്മ എന്ന് പറയുന്ന ആ തലത്തിലേക്ക്. അതായത് നമ്മളിവിടെ പഞ്ചദശി മന്ത്രത്തിന്റെ 2ാമത്തെ കൂടം, അല്ലെ? കഡ്യതോഭാഗധാരിണി. അപ്പൊ ആ പഞ്ചദശി മന്ത്രത്തിന്റെ 2ാമത്തെ ആ ബീജം എന്താണ്? ഹൃല്ലേഖ ബീജം. ഹൃല്ലേഖ ബീജം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഫോഴ്സിനെ കാണിക്കുകയാണ്. 2ാമത്തെ ആ കാമരാജ കൂടം എന്ന് പറയുന്നിടത്ത് എന്താ പറയുക? സ്ഥിതി. എവിടെയാണോ നമുക്ക് സൃഷ്ടി നടന്നു, ഇനി അതിനെ പരിപാലിക്കപ്പെടുന്ന സ്ഥലം അമ്മയുടെ ഗർഭപാത്രമാണ് കുഞ്ഞിനെ 9 മാസം പരിപാലിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ദേവിക്ക് എന്താ നമ്മൾ കൊടുക്കുന്നത്? ആ രത്നങ്ങൾ പതിച്ച, മണികൾ തൂങ്ങുന്ന ആ ഒരു അതിമനോഹരമായിരിക്കുന്ന കാഞ്ചി ധാമം. അമ്മയുടെ അരക്കെട്ടില് അമ്മ ഉടുത്തിരിക്കുന്ന സാരിയുടെ മുകളിലായിട്ട് എല്ലാത്തിനെയും മറച്ചുകൊണ്ട് ആ ഒരു മദർഹുഡ്, നമ്മളെ യൂട്രസും ഓവറിയൊക്കെ നമ്മുടെ ആ ഒരു സ്ത്രീയുടെ ഉള്ളിലാണ്, അപ്പൊ മറച്ചുകൊണ്ട്. പക്ഷെ അവൾക്ക് ആ ക്രിയേറ്റീവ് പവർ കൊടുക്കുന്ന, അവളെ അമ്മയാക്കുന്ന, അവളുടെ മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ആ തലത്തിൽ അവിടെ നമ്മൾ എന്താ ധരിക്കുന്നത്? ദേവി കാഞ്ചിധാമം, സ്വർണം. അപ്പൊ അത്രയും ഉയർന്ന തലമാണ് മാതൃത്വം എന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നിൽ ധരിച്ചിരിക്കുന്ന ദേവി. അതുകൊണ്ടാണ് മഹായോനി മുദ്ര കൊണ്ട് അമ്മയ്ക്ക് നമ്മൾ അമ്മയും ഗുരുവും എപ്പോഴും നമ്മൾ ശ്രീവിദ്യ ഗുരുവിനെയും അമ്മയും മഹായോനി മുദ്ര വെച്ച തൊഴുന്നത്. പൂജാമുറി പ്രവേശിക്കുമ്പോൾ യോനി മുദ്ര കാണിച്ചിട്ടാ നമ്മള് പൂജാമുറിയുടെ കതക് തുറക്കുന്നത്. കാരണം എന്താ വെച്ചാല് എല്ലാത്തിന്റെയും പ്രഭവ സ്ഥാനമായിരിക്കുന്നവൾ, ഈ സൃഷ്ട പ്രപഞ്ചത്തെ മുഴുവനും തന്റെ ഉദരത്തിൽ ധരിച്ചിരിക്കുന്നവൾ, എപ്പോഴാണോ ഈ സൃഷ്ട കർമ്മം കഴിയുമ്പോൾ അത് തിരിച്ച് തന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നവൾ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കാഞ്ചി ധാമത്തിൽ എന്താണ്? ചെറിയ മുത്തുകൾ തൂങ്ങിക്കിടക്കണം. ആ ഒരു വേസ്റ്റ്, ആ ഒരു എന്താ പറയാ, കാഞ്ചി ധാമത്തിൽ ചെറിയ മുത്തുകള്. അപ്പൊ ഈ ചെറിയ മുത്തുകൾക്ക് എന്താ? നടക്കുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാക്കണം, അല്ലെ? അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു എന്താണ്? സ്പേസ് ആണ്, അല്ലെ? ആകാശ തത്വമാണ് നാദം എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ചത്തിലെ സൃഷ്ടി കർമ്മം എല്ലാം നടക്കുന്നത് എന്താ? ശബ്ദത്തിലൂടെയാണ്. ശബ്ദം, ആ ഒരു ശബ്ദമാണ്. എല്ലാ ശബ്ദങ്ങൾക്കും മാംസമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതായത് ഒരു മാറ്റർ ഉണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇത്രയും പ്രാധാന്യം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്കാവട്ടെ, പറയുന്ന വാക്കുകൾക്കാവട്ടെ, ജന്മജന്മാന്തരങ്ങളിൽ ഈ പ്രപഞ്ചത്തില് ആകാശത്തിൽ ചെന്ന് ചേർന്ന് അവിടെ നിന്ന്
മഴയായിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിയിലൂടെ ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയായി, കാറ്റായി, എന്താ പറയാ, അത് ഭൂമിയിൽ പതിച്ച് അത് പഞ്ചഭൂതങ്ങളും ചേർന്ന ഭൂമിയിൽ അന്നമായിട്ട് തീർന്ന് ആ അന്നം നമ്മൾ പറഞ്ഞ വാക്കുകളാണ് നമുക്ക് ശരീരത്തെ തരുന്നത്. അപ്പൊ അനുഗ്രഹ വാക്കുകളെല്ലാം എന്ത് തരും? ഉയർന്ന ജന്മം. ആ നിഷ്ഠൂരമായിരിക്കുന്ന ആളുകളെ ശപിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്ത് തരും? നമുക്കതനുസരിച്ചുള്ള ജന്മത്തെ തരും. വാക്കിന്, ശബ്ദത്തിന് വളരെയധികം, ശബ്ദപ്രപഞ്ചം എന്ന് പറഞ്ഞാല് ദേവി നാദസ്വരൂപിണിയാണ്. ഒരിക്കലും നാശമില്ലാത്തതാണ് ശബ്ദം. വൈഖരി, അകത്തിരിക്കുന്ന ചിന്തകളല്ല, അത് നമുക്ക് നിവർത്തിക്കാൻ സാധിക്കും. കാരണം അകത്ത് വരുന്ന ചിന്തകൾ പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വരുന്നതെല്ലാം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കും. ഒരിക്കലും അതാണ് സത്യം. കാരണം നമുക്ക് ജന്മത്തിന് കാരണം ശബ്ദമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല വാക്കുകൾ പറയുക, കഴിയുന്നതും മൗനമായിട്ടിരിക്കുക, ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക. എത്രത്തോളം സംസാരം കുറയ്ക്കുന്നോ അത്രത്തോളം ജന്മം കുറയുന്ന അർത്ഥം. അപ്പൊ ഈ ദേവിയുടെ ചെറിയ ശബ്ദം, അതായത് ഈ ചെറിയ മണികള് ഈ കാഞ്ചി ധാമത്തിന് ചുറ്റും തൂക്കിയിരിക്കുന്ന ശബ്ദം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ ആകാശ തത്വത്തെ കാണിക്കുന്നു. അപ്പൊ ആകാശ തത്വം എന്ന് പറയുന്നത് എന്താ? ശബ്ദത്തെ കാണിക്കുന്നു. ശബ്ദമാണ് പ്രപഞ്ചം. ഈ ശബ്ദത്തിലൂടെയാണ് വാക്കുകളും, ആ വാക്കുകളിലൂടെയാണ് ഈ പ്രപഞ്ചവും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ കാഞ്ചി ധാമം എന്ന് പറയുന്നത് സ്ത്രീത്വത്തിന് കൊടുക്കുന്ന, ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന ആഭരണമാണ്. സ്ത്രീകളാണ് ഇത് ധരിക്കാറുള്ളത്. അവരുടെ മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന ചിഹ്നമാണ് കാഞ്ചി ധാമം എന്നർത്ഥം. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് കാഞ്ചിധാമം. അടുത്തത് കടിസൂത്രം, അതായത് അരഞ്ഞാണം കൊടുക്കുകയാണ് ദേവിക്ക്, കടിസൂത്രം. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആ ഒരു ഇടുപ്പിൽ ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലെയുള്ള ഒരു റോപ്പ്, ഒരു ചരട് പോലെയുള്ള ആ ഒരു ആഭരണത്തിനെയാണ് നമ്മൾ കടിസൂത്രം എന്ന് പറയുന്നത്. സാധാരണ എന്താണ്, നമ്മൾ ഈ ഒഡ്യാണത്തിന്റെ താഴെ ദേവിമാരുടെ പടങ്ങളിൽ കാണാറുണ്ട് ഒരു സൂത്രം എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളിക്കുന്ന ചെറിയ വാക്യം എന്നാണ് അർത്ഥം. കാരണം നമ്മള് എന്താ പറയാ, ഈ വാക്യങ്ങൾ എന്ന് പറയും. കാരണം അതിന് അക്ഷരങ്ങൾ കുറവായിരിക്കും, പക്ഷെ ഈ വിസ്തൃതമായിരിക്കുന്ന അർത്ഥം മുഴുവനും അതിനകത്തുണ്ട്. യോഗസൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ സെന്റൻസ് ആയിരിക്കും, പക്ഷെ അതിനകത്ത് മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ സൂത്രം എന്ന് പറയുക. അപ്പൊ ദേവിക്ക് ആ ഒരു കടീതടം, ആ ഒരു ഇടുപ്പ് ഭാഗത്ത് എന്താണ്? ശക്തികൂടമാണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാല് എന്താ, ആ ഒരു പരശുരാമ കൽപ്പസൂത്രത്തിൽ പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിനെ കാണിക്കുന്നു എന്നാണത്. സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ നമ്മൾ യഥാർത്ഥ സ്വസ്വരൂപ ദർശനം. അപ്പൊ ഈ ഒരു എന്താ, കാഞ്ചി ധാമം ധരിച്ചിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ കയറ് പോലെയുള്ള, സ്വർണ്ണ കയറ് പോലെയുള്ള ഒരെണ്ണം അമ്മ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം. അതിലിങ്ങനെ നമ്മൾ ഒരു പടത്തിൽ നോക്കിയാൽ കാണാം, ഈ ഒഡ്യാണത്തിന്റെ രണ്ട് സൈഡിൽ നിന്നും ഇറങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ നൂല് പോലെയുള്ള ആഭരണം. അതിനെയാണ് കടിസൂത്രം എന്ന് പറയുന്നത്. അതും ഇത് തന്നെയാണ്. ഈ കാഞ്ചിധാമത്തിന്റെ അതേ അർത്ഥം തന്നെയാണ്. ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു തലം, ഇതിനെയാണ് കടിസൂത്രം. അതിന് പ്രത്യേകിച്ച് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നില്ല, കാരണം ഇതിന് സൂത്രവാക്യം എന്നാ പറയുക. സൂത്രവാക്യത്തിനാൽ ഏത് സൂത്രങ്ങളും എന്താ, നമുക്ക് ഈ പറയുന്ന ജീവബ്രഹ്മ ഐക്യമാണല്ലേ. അപ്പൊ അതിനുള്ള സൂത്രവാക്യങ്ങളാണ് എല്ലാം. അപ്പൊ എപ്പോഴാണോ ഈ ജീവൻ തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് ആ ബ്രഹ്മത്തെ തന്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കുന്നത്, ആ സ്റ്റേറ്റ്, അതിനെയാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നത്. പിന്നെ നാൽപ്പതാമത്തേത് എന്താണ് ദേവിക്ക് കൊടുക്കുന്നത്? സൗഭാഗ്യ ആഭരണം. അരയിൽ ധരിക്കുന്ന ഞാണ് സൗഭാഗ്യ ആഭരണം. അപ്പൊ സൗഭാഗ്യ ആഭരണം എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ആയിരിക്കുന്ന, ഓസ്പീഷ്യസ് ആയിരിക്കുന്ന, എന്താ പറയാ, നമ്മള് അരയിൽ ധരിക്കുന്ന ഒരു ആഭരണത്തിനെയാണ് പറയുന്നത്. അതായത് ആ ഒരു അരക്കെട്ടിനെ മറച്ചുകൊണ്ട് ഉള്ളിൽ ധരിക്കുന്ന ഒരു ആഭരണം. ഏറ്റവും മോസ്റ്റ് ഓസ്പീഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൂന്നാമത്തെ കൂടം, പഞ്ചദശിയുടെ മൂന്നാമത്തെ കൂടം, അതാണ് എന്താ പറയാ, ശക്തികൂടം എന്ന് പറയുന്നത്. അപ്പൊ കഡ്യദോ ഭാഗം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ദേവിയുടെ മന്ത്രത്തില് മൂന്നാമത്തെ ശക്തികൂടം എന്ന് പറയുന്നത് മന്ത്രശരീരത്തിന്റെ തുടക്കമാണ് അല്ലെ. ബാഹ്യമായിട്ടിരിക്കുമ്പോ മൂന്നാമത്തെ കൂടം മന്ത്രശരീരത്തിന്റെ തുടക്കവുമാണ്. അപ്പോ ഈ കഡ്യദോ ഭാഗം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഫീമെയിൽ ജെനറ്റിലിനെയാണ് കാണിക്കുന്നത്. അതിനെയാണ് പരശിവ സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ ധരിക്കുന്ന ആഭരണം എന്താണ്? ഇപ്പോ ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ച സൃഷ്ടിയാണ് കാണിക്കുന്നത്, സൃഷ്ടി നടക്കുന്ന സ്ഥലം. അപ്പൊ ഇവിടെ നമ്മൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നു. അപ്പം കാമേശ്വരി, വജ്രേശ്വരി, ഭാഗമാലിനി അല്ലെ? അപ്പൊ ഇച്ഛാജ്ഞാന ക്രിയാശക്തികള്. അപ്പൊ നമ്മൾ അവിടെ എന്താ, ഈ ഇവിടുത്തെ മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഭഗമാലിനിയുടെ മന്ത്രമാണ്. നമുക്ക് രണ്ടാമത്തെ നിത്യാദേവി, തിരുനിത്യ ദേവതകളില് രണ്ടാമത്തെ നിത്യയാണ് ഭഗമാലിനി എന്ന് പറയുന്നത്. ഭഗമാലിനിയുടെ മന്ത്രമാണ്. അപ്പൊ ഇച്ഛ വന്നു, ജ്ഞാനം വന്നു, ക്രിയ. ആ ക്രിയാശക്തിയിലൂടെ മാത്രമേ നമുക്ക് അവിടെ ഒരു പ്രപഞ്ചത്തെ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ പരശിവ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ നാമരൂപങ്ങളെ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള നിർഗുണ പരബ്രഹ്മമായിട്ടിരുന്ന തലത്തിൽ നിന്ന് എവിടെയോട്ട് വന്നു? ദേവിയുമായിട്ട് സംയോജിച്ച് ഈ പ്രപഞ്ചം ഉണ്ടായി. അപ്പൊ അവിടെ ഇതിനെല്ലാം മറച്ചുകൊണ്ട് ധരിക്കുന്ന ആഭരണം അരഞ്ഞാണം. അതിനെയാണ് നമ്മൾ സൗഭാഗ്യം. എന്താ ഒരു സ്ത്രീയുടെ സൗഭാഗ്യം? ഒരു അമ്മയാകുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ആ ഒരു അമ്മയാകുന്ന ആ ഒരു തലം, ഒരു സ്ത്രീക്ക് ഏറ്റവും ഉയർന്ന തലം മാതൃത്വമാണ്. ഈ പ്രപഞ്ച അമ്മ, പ്രപഞ്ചത്തിലെ ജഗദംബിക എന്ന് നമ്മൾ പറയുന്ന പരാശക്തി എപ്പോഴാ? അതിനു മുമ്പേ നമ്മൾ കുമാരി എന്നാ പറയുന്നത്, ബാല, കുമാരി. ഈ ജഗദംബിക എപ്പോഴാ ആയിത്തീരുന്നത്? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുമ്പോൾ അല്ലെ? ഈ ജഗത്തിനെ പ്രസവിക്കുമ്പോഴാണ് പ്രസവിത്രി, പ്രചണ്ഡാത്മാ. അപ്പൊ പ്രസവം എന്ന് പറയുന്നത് തന്റെ സൃഷ്ട ഉള്ളിലുണ്ടായിരുന്ന ജീവനുകളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ യോനിമുദ്രയ്ക്ക് ഇത്രയും പ്രാധാന്യം? സർവ മഹായോനി മുദ്ര, മഹത്തായിരിക്കുന്ന എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനമായിരിക്കുന്ന യോനി, അതാണ് വിശ്വയോനി എന്ന് പറയുന്നത്. ആ പരശിവ സ്റ്റേറ്റിൽ നിന്ന് ശിവനെ ഈ പറയുന്ന ശക്തിയുടെ ചൈതന്യം കൊണ്ട് പ്രപഞ്ചമാക്കി മാറ്റുക. അപ്പൊ അതെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ? അവിടെ മറയ്ക്കുന്ന ആഭരണം, അതാണ് സൗഭാഗ്യ ആഭരണം എന്ന് പറയുന്നത്. അവിടുത്തെ മന്ത്രമാണ് ഭഗമാലിനി മന്ത്രം. നമ്മൾ എപ്പോഴും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുദ്ര, ദശമുദ്രകളില് ഏറ്റവും ഉയർന്ന മുദ്രയാണ് മഹായോനി മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ത്രികോണങ്ങൾ അവിടെ വരുന്നുണ്ട്. 3 ശിവലിംഗങ്ങൾ നമ്മൾ കൈകൊണ്ട് മഹായോനി മുദ്ര ചെയ്യുമ്പോൾ അവിടെ 3 ശിവലിംഗങ്ങൾ കാണാം. എന്താ അത്? 3 മിഥുനങ്ങള് അല്ലെ? ബ്രഹ്മാവ്, സരസ്വതി, വിഷ്ണു, ലക്ഷ്മി, മഹേശ്വരൻ, ദേവി, ഗൗരി. ഇങ്ങനെ 3 ശിവലിംഗങ്ങളാണ് അവിടെ വരുന്നത്. 3 മിഥുനങ്ങളാണ്. ഈ 3 മിഥുനങ്ങൾ ആദ്യത്തെ ത്രികോണത്തെ കാണിക്കുന്നു. അവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ ദേവിക്ക് 40ാമത് നമ്മൾ സൗഭാഗ്യ ആഭരണം കൊടുക്കുകയാണ്. അടുത്തത് ഇനി നമ്മുടെ എന്താ പറയാ, 3ാമത്തെ കൂടത്തിൽ നമ്മൾ ഏറ്റവും താഴത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇനി അടുത്തത് കൊടുക്കുന്നത് പാദ കടകമാണ് കൊടുക്കുന്നത്. കാലിലെ കാപ്പ്. പാദ കടകം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ എന്താ പറയുക, നൂപുരമല്ല പറയുന്നത്, മിഞ്ചി അല്ല പറയുന്നത്. പിന്നെന്താ? ദേവി സാധാരണ ദേവിയുടെ പടങ്ങളിൽ നമുക്ക് കാണാറുണ്ട് ഒരു പാദ കടകം. ഇങ്ങനെ ആ ഒരു ബാക്ക് ഭാഗം ചേർന്ന് ഫ്രണ്ടിലോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു വീതിയുള്ള സ്വർണ്ണ ആഭരണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആംഗ്ലറ്റ്സ് അല്ലെങ്കിൽ നൂപുരം നമ്മുടെ പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള വീതിയുള്ള ഒരു സ്വർണ്ണാഭരണമാണ് പാദ കടകം. അതിനകത്ത് നിറച്ച് പേൾസ്, നവരത്നങ്ങൾ നിറച്ചതായിരിക്കും. ഈ കൊലുസ് നടക്കുമ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടാക്കും അല്ലെ? ഇനി എന്താ പറയുന്നത്, ഇനി രത്ന നൂപുരം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് കൊലുസ് അല്ലെങ്കിൽ നൂപുരം എന്ന് പറയാൻ പറ്റില്ല. ഈ പാദ കടകത്തിനകത്ത് നിറച്ച് നവരത്നങ്ങളാണ്, എല്ലാം നിറച്ചിരിക്കുകയാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെന്താ, ഈ പ്രൈമോഡിയൽ സൗണ്ട് എലിമെന്റ്സ്, അതായത് വേദങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ശബ്ദം എപ്പോഴാണോ തുടങ്ങുന്നത്, വേദമന്ത്രങ്ങളാണ് ആദ്യത്തെ, അല്ലെ? വേദമാണ് പ്രപഞ്ചത്തില് ആദ്യമായിട്ട് ഉണ്ടായത്. വേദം എന്ന് പറഞ്ഞ അറിവാണ്. ആ അറിവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, ജ്ഞാനശക്തി. അപ്പൊ ഈ പ്രൈമോഡിയൽ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പഞ്ചഭൂതങ്ങള് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന വേദങ്ങളിൽ നിന്നാണ്. വേദ ഉച്ചാരണം, മന്ത്രജപങ്ങള്, ഇതെല്ലാം തന്നെ ആദ്യമേ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ സഹായിച്ചവയാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചദശി മന്ത്രത്തിന്റെ 3ാമത്തെ കൂടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഓഫ് ബ്ലിസ് എന്നാണ് അത് പറയുന്നത്. വേദം എന്ന് പറഞ്ഞ അറിവാണ്. അപ്പൊ ഈ പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളും ഇപ്പൊ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാദ ഘടകം എന്ന് പറയുന്നത് പ്രൈമോഡിയൽ സൗണ്ട്, അതായത് ഏറ്റവും ആദ്യത്തെ ശബ്ദ തരംഗങ്ങള്, അത് വേദങ്ങളാണ്, ആ വേദമന്ത്രങ്ങളാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ പാദ ഘടകത്തെ കൊടുക്കുന്നത്. 42ാമത്തത് രത്നനൂപുരം. അപ്പോ 42 രത്ന പരല് കൊണ്ടുള്ള ചിലമ്പ്, ചിലങ്ക, അതായത് കൊലുസ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. രത്നനൂപുരം ഇനിയാണ് നമുക്ക് ദേവിക്ക് നമ്മൾ കൊടുക്കുക. ദേവിയുടെ കാലില് ഏറ്റവും ഭംഗിയായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ആഭരണമാണ് അല്ലെ?
നമുക്ക് അമ്മയുടെ പാദങ്ങളെ കാണാൻ പറ്റുള്ളൂ. അമ്മയുടെ മുഖമോ ബാക്കി ശരീരമോ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല എന്നല്ല, പറ്റും. എങ്കിലും സാധാരണ നമ്മൾ എന്താ, ആപതി കിം കരണീയം സ്മരണീയം ശരണയുഗളം അമ്പായ, നമുക്ക് ആപത്ത് വരുമ്പോഴും സമ്പത്ത് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ആ താമരപ്പൂ പോലെയുള്ള 2 പാദങ്ങളാണ് നമ്മൾ സ്മരിക്കപ്പെടുന്നത്, അല്ലെ, നമ്മുടെ ഹൃദയ പത്മത്തില്. അമ്മയുടെ പാദങ്ങളാണ് നമ്മുടെ ശിരസില്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോണോ, നമ്മൾ എവിടെ പോയാലും അമ്മയുടെ പാദങ്ങളെയാണ് കാണുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും അമ്മയുടെ കരസ്പർശമാണ്. ആ പാദങ്ങളെ നമ്മൾ കാണുമ്പോൾ ആദ്യം കാണുന്നത് എന്താ, അതിൽ നല്ല ആ ചുവന്ന പാദങ്ങളില് ചേർന്ന് കിടക്കുന്ന രത്നനൂപുരം, ആംഗ്ലറ്റ്സ് ഓഫ് ജെംസ്, അതായത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള രത്നങ്ങൾ പതിച്ച ഒരു കൊലുസ്, സ്വർണ്ണ കൊലുസ്. അത് എന്താ പറയാ, ചുമന്ന രത്നങ്ങള്. ദേവിയുടെ ചുമന്ന കാലാണോ ഈ രത്നങ്ങളുടെ പ്രകാശം, ഈ രത്നങ്ങൾക്ക് പ്രകാശം കിട്ടുന്നത് അമ്മയുടെ പാദത്തിന്റെ ഭംഗി കൊണ്ടാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ആ ചുമന്ന നിറത്തോടു കൂടി കിടക്കുന്ന ചുമന്ന രത്നങ്ങൾ പതിച്ച നൂപുരം. എന്താണിത്? ചുവപ്പ് നിറം. ഇപ്പൊ നമ്മൾ എത്രയോ പ്രാവശ്യം അമ്മയ്ക്ക് ചുവപ്പ് നിറം കണ്ടു, ചുവന്ന വസ്ത്രം കൊടുത്തു, ചുവന്ന പട്ട് കൊടുത്തു, എല്ലാം ചുവപ്പ്. ചിന്താമണി ഗ്രഹം ചുവപ്പാണ്. അപ്പൊ നമ്മളെ ശ്രീവിദ്യാ മന്ത്രം അല്ലെങ്കിൽ ഭാവന, നമ്മുടെ താന്ത്രിക് പ്രൊസീജിയേഴ്സ്, തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. തന്ത്രം എന്ന് പറഞ്ഞാല് തനു വിസ്താര്യത അനേന ഇത് തന്ത്രഹ. അപ്പൊ നമ്മുടെ ശരീരവുമായിട്ട്, നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള യാത്ര. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നത് എവിടെയാ? അമ്മയുടെ പാദപത്മങ്ങളിൽ, അല്ലെ? അപ്പൊ ഈ പഞ്ചദശി മന്ത്രത്തിന്റെ 3ാമത്തെ കൂടം ചേർന്ന് അമ്മയുടെ, അതായത് നമ്മുടെ ഏത് പ്രൊസീജിയർ, കൗളമാർഗമാണെങ്കിലും സമയമാർഗം, മിശ്രാചാരം, ഏത് ആചാരത്തിലൂടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ആ ഒരു ശ്രീജ്ഞാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ, അമ്മയുടെ കാലിൽ ശരണാഗതി ചെയ്യണം. പഞ്ചദശി മന്ത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്, പ്രപഞ്ച സ്വരൂപിണിയായിരിക്കണം. അമ്മയെ നമ്മുടെ ഉള്ളിൽ കാണിച്ചു തരികയാണ്. അപ്പൊ ഈ ആ ഒരു പഞ്ചദശി മന്ത്രമാണ് ഈ ഒരു രത്നനൂപുരം എന്ന് പറഞ്ഞതിന്റെ മന്ത്രം. കാരണം എല്ലാ ആഭരണത്തിനും മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ നൂപുരത്തിന്റെ മന്ത്രവും പൂർണ്ണമായിരിക്കണം. പഞ്ചദശിയുടെ 3ാമത്തെ കൂടം, പക്ഷെ 3 കൂടങ്ങളും ചേർന്നത്. അപ്പൊ ദേവിയുടെ നൂപുരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഭാവനയിലൂടെ, ശ്രീവിദ്യാ മന്ത്രത്തിലൂടെ, ഈ ഒരു തന്ത്രശാസ്ത്രത്തിലൂടെ നമ്മുടെ ഈ പഞ്ചദശി മന്ത്രത്തിന്റെ മന്ത്രദേവതയായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരിയെ നമ്മൾ ഉള്ളില് എന്താ പറയാ, സാക്ഷാത്കരിക്കണം. അതാണ് രത്നനൂപുരം. എപ്പോഴും നമ്മൾ ദേവിയുടെ പാദങ്ങൾ, ഒരു താമര എന്താണ്? നമ്മുടെ മനസ്സാകുന്ന താമര, അഷ്ടദള പത്മം, അല്ലെ? അതിലിരിക്കുന്ന ആ ചുമന്ന പാദങ്ങളില് മനോഹരമായിരിക്കുന്ന ആ ഒരു രത്നനൂപുരം ധരിച്ച പാദങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി മുഴുവനും കാണാൻ പറ്റിയില്ലെങ്കിൽ പാദം മതി. എന്താ കാര്യം? പാദത്തിൽ നമസ്കരിച്ചാൽ മതി. പാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ നാഡികളും ബന്ധപ്പെട്ട് കിടക്കണു. കാരണം പാദം എന്ന് പറയുന്ന നമ്മളെ നയിക്കട്ടെ, എന്നെ ഈ അമ്മയുടെ അടുത്തോട്ട് എത്താൻ എന്നെ സഹായിക്കട്ടെ. അമ്മ, ഞാനിതാ ഈ ഭൂമിയില് എന്റെ 2 കാലുകൾ കൊണ്ട് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യണു. അമ്മയാകുന്ന അറിവ് കൊണ്ട് എന്റെ ഗുരുമണ്ഡലം നടന്ന വഴികളിലൂടെ, പഞ്ചദശി മന്ത്രത്തിലൂടെ, ആ സംസ്കാരത്തിലൂടെ എനിക്ക് അമ്മയുടെ അടുത്ത്, ആ സഹസ്രാര പത്മത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്താൻ എന്നെ സഹായിക്കൂ അമ്മ എന്ന് പറഞ്ഞ ആ പാദപത്മങ്ങളില് നമ്മുടെ ശരിക്കും പറഞ്ഞ ആ ഒരു ശിരസ് ചേർത്ത് കിടക്കുന്ന ഒരു ഭക്തന്റെ അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ആ പാദങ്ങള്. അപ്പൊ അമ്മയുടെ നൂപുരം എന്ന് പറഞ്ഞാൽ എന്താ? സദാ ഒരു ഭക്തന്റെ ഹൃദയത്തില് ശബ്ദത്തെ പ്രതിനിധീകരിക്കണു, അമ്മയുടെ പാദങ്ങളെ പ്രതിനിധീകരിക്കണു, പഞ്ചദശാക്ഷരി മന്ത്രത്തെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പൊ 43ാമത് എന്താണ്? പാദാങ്കുലീയം. അപ്പം അവിടെയും കൈകളിൽ ധരിച്ച പോലെ കാൽവിരലുകളിൽ ദേവി മെട്ടി അല്ലെങ്കിൽ മോതിരം ധരിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടു 10 വിരലിലും ധരിച്ചിട്ടുണ്ട്, അല്ലെ, മോതിരങ്ങള്. അതുപോലെ ദേവിയുടെ കാലിലെ 10 വിരലുകളിലും ഈ പറഞ്ഞ മോതിരങ്ങള് ധരിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെയും എന്താണ് കാലിൽ ധരിച്ചിരിക്കുന്ന മോതിരങ്ങള്? ദാറ്റ് ഈസ് ദ ലീനിയേജ് ഓഫ് ശ്രീ ഗുരു. ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരുടെ കാല് പതിഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുക. അതെപ്പോഴും നമ്മുടെ കാലെന്ന് പറഞ്ഞാൽ എന്താ? ശ്രീ ഗുരുവിന്റെ പാദങ്ങള്. ശ്രീ പാദുകം പൂജിയാമി തർപ്പയാമി നമഃ. എപ്പോഴും ആ ഗുരുക്കന്മാരുടെ പാദുകങ്ങൾ എവിടെയാ നമ്മളെ കൊണ്ടെത്തുന്നത്? സാക്ഷാൽ ശിവശക്തി പാദങ്ങളിലേക്കാണ്. ആ ഗുരുവിന്റെ അനുഗ്രഹം, ഗ്രേസ് ഓഫ് ഗുരു. 2 രീതിയിൽ അതിനെ എടുക്കാം. കാരണം പൂജാ പദ്ധതികളുണ്ട്,
മന്ത്രങ്ങൾ കൊണ്ട്, വേദം പ്ലസ് തന്ത്രം പ്ലസ് ഗുരുകൃപ പ്ലസ് പൂജാ പദ്ധതി, ഈ 4 കാര്യങ്ങള് വേദമന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് അറിവ് നേടിക്കൊണ്ട് തന്ത്രശാസ്ത്രപരമായിട്ട് തന്ത്രപരമായിട്ടിരിക്കുന്ന പൂജകൾ ചെയ്തുകൊണ്ട് ഗുരുവിന്റെ ആ അദമ്യമായിരിക്കുന്ന തന്റെ ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ട് പൂജാ പദ്ധതികൾ ചെയ്തതുകൊണ്ട് ഇതെന്താ നമുക്ക് സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് അജ്ഞാനം ആവരണമാറ്റം. അജ്ഞാനമാകുന്ന ആവരണത്തിന് നമുക്ക് 2 എണ്ണം നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അജ്ഞാനവും ആവരണവും. ഈ 2 അജ്ഞാന ആവരണങ്ങളെ മാറ്റാം. നഖദീതിരി സംഛന്ന നമജ്ജന തമോ ഗുണ. തമോ ഗുണമുള്ള ഒരു വ്യക്തി ദേവിയുടെ പാദപത്മങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ആ നഖത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശം, ആ ഒരു ധരിച്ചിരിക്കുന്ന നഖങ്ങളുടെ പ്രകാശം കൊണ്ട് ആ പ്രകാശം നമുക്ക് തമോ ഗുണമായിരിക്കുന്ന അജ്ഞാനമായിരിക്കുന്ന, നമ്മൾ നമസ്കരിക്കുന്നത് നമ്മുടെ സഹസ്രാര പത്മം കൊണ്ടാണ് അല്ലെ. നമ്മുടെ തല എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? അവിടെ ആരുടെ കാലുകളായിരിക്കുന്നത്? ഈ അമ്മയുടെ കാലുകള്. അപ്പൊ അമ്മയുടെ കാലുകൾ കൊണ്ട് നമ്മുടെ ശിരസിൽ സാധാരണ ചില സമ്പ്രദായങ്ങളിൽ ഗുരുദീക്ഷ കൊടുക്കുന്നത് ചവിട്ടിയിട്ടാണ്. ഗുരുവും ഗുരുപത്നിയും രണ്ടുപേരുടെ വലതും ഇടതും കാലുകള് ശിഷ്യന്റെ തലയില് വലതും ഇടതു ഭാഗത്തും ചവിട്ടിയിട്ടാണ് മന്ത്രദീക്ഷ കൊടുക്കുക. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ശിവനും ദേവിയും സദാ എന്റെ ശിരസിൽ ഇരിക്കട്ടെ. അപ്പോ ഈ അജ്ഞാന ആവരണ മാറ്റം എന്തുകൊണ്ടേ സാധ്യമാവുള്ളൂ? ഗുരുകൃപ കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ അല്ലെ. അപ്പോ നമ്മൾ എന്താ പറയാ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്താ ഈ സംസാര നമുക്ക് പെട്ടെന്ന് അചിരേണ്. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്, മറന്നുപോയി. ഗുരു കൃപ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഈ സംസാര സാഗരത്തെ കടക്കാൻ ഗുരുവിന്റെ ആ ഒരു ഗുരു പാദക സ്മരണ അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ശിഷ്യന് സാധിക്കും. അവിടെ നമസ്കരിക്കുമ്പോ നമ്മുടെ സഹസ്രാര പത്മങ്ങളിൽ ദേവിയുടെ പാദങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോ നമ്മുടെ തമസ്, ഇരുട്ട്, അജ്ഞാനം, ഡ്യുവാലിറ്റി എല്ലാം മാറി നമ്മൾ ഏകമായിരിക്കുന്ന സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തും. അതാണ് പാദാങ്കുലിയം. കൈകൊണ്ട് കർമ്മത്തെ കണ്ടു, കാലുകൾ കൊണ്ട് എന്താ ദേവിയുടെ അവിടെ ആ 10 വിരലിട്ടിരിക്കുന്ന മോതിരവും നമ്മളെ അതുപോലെ ഒരു തലത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ നമ്മൾ 43ാമത്തെ പാദാങ്കുലിയം കൊണ്ട് ഇപ്പൊ ദേവിക്ക് എല്ലാ ആഭരണങ്ങളും കൊടുത്തു കഴിഞ്ഞു ഇല്ലേ. എല്ലാ ആഭരണം, അതായത് ശരീരത്തിൽ ധരിക്കുന്ന എല്ലാ ആഭരണം. ഇനിയിപ്പം ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്താണ്? 4 ആയുധങ്ങളാണ്. അമ്മയ്ക്ക് 4 കൈകളുണ്ട് അല്ലെ. ഇടതു ഭാഗത്തും വലതു ഭാഗത്തും മേളിലും താഴെയുമായിട്ട് 4 കൈകൾ. ഇനി ആ 4 കൈകളിൽ ഇരിക്കുന്ന ആ 4 കൈകളിലും 4 കാര്യങ്ങൾ. എന്താ അതിന് നമ്മൾ പറയുന്നത്? ആയുധ സമർപ്പണം എന്നാണ് പറയുന്നത്. കാരണം നമ്മള് ശ്രീവിദ്യാ മന്ത്ര ദീക്ഷ കിട്ടിക്കഴിഞ്ഞാല് നമ്മള് ബാണേശ്വരി ദേവിക്ക് ഓരോന്നിനും ആ മന്ത്രങ്ങളുണ്ട്. കാരണം എല്ലാത്തിനും ആ ഒരു പഞ്ചബാണങ്ങളും കരിമ്പ് വില്ലും പാശവും അങ്കുശവും അങ്ങനെ ചേർന്ന 4 കൈകളിൽ 4, അതിനെ നമ്മൾ ആഭരണങ്ങൾ എന്ന് പറയാറില്ല, ആയുധങ്ങൾ. ദേവിക്ക് അത് ആഭരണങ്ങൾ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചവുമായിട്ട് നമ്മളെ ചേർക്കുന്ന ബന്ധങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന ആയുധങ്ങളാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. കാരണം ഒരു മാമ്പൂ കൊണ്ടോ ഒരു കരിമ്പ് വില്ലുകൊണ്ടോ ഒന്നും യുദ്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അമ്മയുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ച ബോധത്തിൽ നിന്ന് നമ്മളെ വിട്ട് സ്വസ്വരൂപ ദർശനത്തിന് സഹായിക്കണു. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം, പാശം, അങ്കുശം, കരിമ്പ് വില്ല്, പുഷ്പബാണങ്ങള്. അങ്ങനെ എങ്ങനെയാണ് ദേവി അത് ധരിച്ചിരിക്കുന്നത്? പാശം മുകളിലുള്ള വലത് കൈയില്, അങ്കുശം ഇടത് കൈയില്, മുകളിലുള്ള ഇടത് കൈയില്, കരിമ്പ് വില്ല് ഇടത് കൈ താഴെ, പുഷ്പബാണങ്ങള് താഴെയുള്ള വലത് കൈ. ഇങ്ങനെയാണ് ദേവി ധരിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ അതിന് നമ്മൾ പറയുന്നത്? ഏകകരേ പാശം. അപ്പൊ പാശം എന്ന് പറഞ്ഞാല് എന്താ പറയാ, രാഗസ്വരൂപ പാശാഠ്യ. നമ്മൾ അതിനെ നല്ലതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ, രാഗമാകുന്ന പാശത്തെ ധരിച്ചോളൂ. അപ്പൊ നമ്മൾ ദേവിക്ക് പാശത്തെ കൊടുക്കുക. കാരണം എന്താ, നമ്മൾ ദേവിക്ക് പാശത്തെ കൊടുക്കുമ്പോൾ എന്നെ ആ പാശമാകുന്ന കയറിട്ട് കെട്ടു അമ്മേ. ആരെ ചേർത്ത് കെട്ടാനാ? അമ്മയിലേക്ക് ചേർത്ത് കെട്ടു. ആ രാഗം കൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളിൽ എന്നെ കെട്ടാതിരിക്കൂ. പ്രപഞ്ച വസ്തുക്കളിൽ എനിക്ക് രാഗം കൊണ്ട് പാശം ഉണ്ടാകാതിരിക്കട്ടെ. പാശ വിമോചിനിയായിരിക്കുന്ന അമ്മ അമ്മയിലേക്ക് ആ പാശം കൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളില് ഈ ഭക്തനെ ചേർത്ത് വയ്ക്കൂ എന്നാ പറയുന്നത്. അപ്പോ ഈ പറയുന്ന ശരിക്കും പറഞ്ഞാല് അമ്മയുടെ കയ്യിലിരിക്കുന്നത് ആ ഒരു കോറൽ കൊണ്ടുള്ള ചുമന്ന നിറത്തിലുള്ള പാശമാണ്. ചിലരതിനെ ഗോൾഡന്, ചില പുരാണങ്ങളിൽ അത് സ്വർണമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി,
ചുമന്ന പാശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ അട്രാക്ഷൻ, ചുവപ്പ് എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ ആൻഡ് ഡിസയർ ആണ്. ആ ഒരു പാശം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങള്, പ്രപഞ്ചത്തോടുള്ള ആ ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം, അതിന്റെയാണ് നമ്മൾ പാശത്തെ കാണിക്കുന്നത് അല്ലെ. നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ സൃഷ്ടി എന്ന് പറയാൻ എന്താ, ഇച്ഛാശക്തിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ആ ഡിസയർ, ആഗ്രഹം, ആ ഒരു പ്രൈമോഡിയൽ ഫോഴ്സ് എന്ന് പറയുന്ന മൂലപ്രകൃതിയിൽ എന്താ ആദ്യം ഉണ്ടായത്, ഇച്ഛ. എന്താണ്, ഏകമായിരിക്കുന്ന ഞാൻ പലതായിട്ട് തീരട്ടെ, ഏകസ്യാം ബഹുസ്യാം ഭവതി, ഞാൻ ഏകമാണ്, എനിക്ക് പലതാകണം. അപ്പൊ അത് തന്നെ എന്താണ്, ഉയർന്ന ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് ദേവിക്ക് ഉണ്ടായപ്പോൾ എന്താണ്, അത് ഏറ്റവും ഉയർന്ന തലമാണ്. മനുഷ്യനിൽ വന്നപ്പോ എന്തായി അത്, മനുഷ്യന് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ട് അത് മാറി. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത് അല്ലെ. എല്ലാവരുടെ ഉള്ളിലും ഈ ആഗ്രഹമുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാമൻ എന്ന് പറയുന്നത്, കാമദേവൻ, നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ ഒളിച്ചു താമസിക്കുന്ന ഒരാളാണ് കാമദേവൻ. കാരണം അനങ്കനാണ്, അംഗങ്ങളില്ല, പക്ഷെ നമ്മുടെ ഉള്ളില് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് ആരാണ്, കാമദേവനാണ് അല്ലെ. അപ്പൊ ഈ ആദ്യത്തെ എല്ലാ ജീവജാലങ്ങളിലും ആദ്യത്തെ നമുക്ക് ഒരു ആഗ്രഹം, കാമമാണ് ഈ പറഞ്ഞത്. നമുക്ക് അത് ഇൻഹെറിറ്റ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അത് വന്നു ചേരുക. ജനിക്കുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ വരെ ആഗ്രഹമുണ്ട് വളർന്നു വരുമ്പോൾ. കാരണം അതെന്താ, നമുക്ക് ആദ്യം ദേവിക്കുണ്ടായ ആഗ്രഹമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള ആഗ്രഹം. അതിനെയാണ് അഹം എന്ന് പറയുന്നത്. ആ ആഗ്രഹം, അഹങ്കാരം എന്ന് പറയും. അതിൽ നിന്നാണ് നമുക്ക് ബാക്കി എല്ലാം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതിനെ ചുമന്ന നിറമായിട്ട് കാണുന്നു. ചുമന്ന നിറത്തിലുള്ള ആ ചുമന്ന നിറം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാകുന്നത് എന്താണ്, ആ ഇച്ഛയാണ്. ദേവിയുടെ ഏറ്റവും ഉയർന്ന ഇച്ഛയാണ്, ദേവിയുടെ കമാൻഡാണ്, ദേവിയുടെ ഒരു എന്താ പറയാ, അമ്മ നിർദ്ദേശിച്ചിട്ടാണ് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ എല്ലാം നടക്കുന്നത്. അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറയാം, അമ്മയുടെ കമാൻഡാണ്. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വരേച്ഛ എന്ന് പറഞ്ഞാല് ഈ പ്രകൃതിയിൽ എല്ലാം നടക്കുന്നത് ഈശ്വരനെ ഭയന്നിട്ടാണെന്ന് പറയും അല്ലെ. ഭയമല്ല, അത് ഈശ്വരന്റെ നിർദ്ദേശമാണ്. കാറ്റ് വീശുന്നതും പ്രകൃതിയിൽ എല്ലാം സംഭവിക്കുന്നതും ആരാ, നമുക്കറിയോ ഇതെങ്ങനെയാണെന്ന്? എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നു, അതൊക്കെ ആരാണ് നിർദ്ദേശിക്കുന്നത്, ഈശ്വരൻ, ഈ മഹാശക്തി, പരാശക്തി. അപ്പൊ ഈ പറയുന്ന കാമവും എന്താണ്, അമ്മയുടെ തന്നെ ഇഷ്ടമാണല്ലേ. എല്ലാവരുടെ ഉള്ളിലും അമ്മയുടെ ഇച്ഛയാണ് ഈ കാമം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മന്ത്രം എന്താണെന്ന് വെച്ചാൽ അശ്വാരൂഢ അപരാജിത മന്ത്രം. കാരണം ആ ഒരു ദേവിയുടെ പ്രത്യംഗ ദേവതയാണ് അശ്വാരൂഢ എന്ന് പറയുന്ന ദേവി, അപരാജിത എന്ന് പറയുന്ന ദേവി. നമുക്കറിയാം അശ്വാരൂഢ മന്ത്രമാണ് ഇവിടെ പറയുന്നത്. കാരണം അശ്വാരൂഢം എവിടെയാ, മനസ്സാണ്. അശ്വം എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിന്റെ മുകളിൽ ഇരിക്കുന്ന ദേവി. ലളിതാ ത്രിപുരസുന്ദരിയുടെ അംഗപ്രത്യംഗ ദേവതകളില് ദേവിയുടെ പ്രത്യംഗ ദേവതയാണ് അശ്വാരൂഢ. അപ്പൊ ഈ മനസ്സ് ദേവിയുടെ തന്നെ ഭാഗമാണ്. അപ്പൊ ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും പരാജയപ്പെടാത്ത കുതിരപ്പുറത്താ സഞ്ചരിക്കുന്നത്. അപരാജിതം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് അപരാജിതമാണല്ലേ. ഒരിക്കലും ശ്രീവിദ്യ ഉപാസകൻ അവന്റെ മനസ്സ് ദേവിയുടെ അടുത്ത് എത്തുമ്പോ നമ്മൾ എത്തിച്ചേരുന്ന സ്വർഗത്തിന്റെ പേരാണ് അപരാജിതം. നശിക്കാത്തതായിട്ട്, ഒരിക്കലും പരാജയമില്ലാത്ത ലളിതാ ത്രിപുരസുന്ദരി വാഴുന്ന ആ ഒരു ലോകത്തേക്കുള്ള പ്രവേശനമാണ് ശ്രീവിദ്യ ഉപാസകർക്ക് അമ്മ തരുന്നത്. അപ്പൊ അശ്വാരൂഢ എന്ന് പറഞ്ഞാല് ദേവിയുടെ പ്രത്യംഗ ദേവതയായിരിക്കുന്ന ആ ഒരു കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദേവി. അപ്പൊ ഇത് ആയുധമാക്കി മാറ്റിയത് എന്താണ്, രാഗസ്വരൂപ പാശാഠ്യ. അപ്പൊ ഈ ആയുധമാക്കിയത് ഈ ദേവിയാണ്, ഈ ആയുധമായിട്ട് മാറിയിരിക്കുന്നത്. ഓരോ ദേവതമാരാണ്, ദേവിയുടെ 4 കയ്യിലിരിക്കുന്ന 4 ആയുധങ്ങളും ഓരോ ദേവതമാരാണ്. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടിഭിരാവൃത പാശം. തന്ത്രശാസ്ത്രത്തിൽ പറയണു, ഈ അശ്വാരൂഢ എന്ന് പറയുന്ന അനേക കോടി ദേവതകൾ ഈ അശ്വാരൂഢ സൈന്യത്തിന് പുറത്തുണ്ട്. എന്താ ഈ അനേക കോടി? ഒരു ചിന്ത, അടുത്ത ചിന്ത, ഒരു സമയത്ത് 1000 ചിന്ത, 10,000 ചിന്ത. ഈ ശരീരം എവിടെ ഇരിക്കും, മനസ്സ് എവിടെയൊക്കെയാ? ദേവിയുടെ പുറകില് അശ്വപ്പട ഇങ്ങനെ ഓടുകയാണ് അല്ലെ. ഒരു മനസ്സെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അവിടെ ആയിരക്കണക്കിന് ചിന്തകള്. പക്ഷെ ഏറ്റവും മുന്നിലിരിക്കുന്ന ആ മനസ്സെന്ന് പറയുന്ന അതിൽ പോകുന്ന ദേവിയാണ് അശ്വാരൂഢ അല്ലെ. തന്ത്രശാസ്ത്രത്തിലെ മാതൃകാ വർണ്ണാക്ഷരങ്ങളാണിത്. കാരണം ആ ക്രിയേഷൻ എന്ന് പറയുന്ന ശബ്ദത്തിലൂടെയാണ്. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ശബ്ദമാണ്. ഈ പാശം എന്ന് പറയുന്നത് ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ശബ്ദങ്ങളില്ലെങ്കിൽ പറയാൻ പറ്റൂ, അപ്പൊ അക്ഷരങ്ങളിലൂടെ അല്ലേ. നമ്മൾ ഏത് ആഗ്രഹവും അക്ഷരങ്ങളിലൂടെ അല്ലേ പ്രകടമാവുന്നത്. അപ്പൊ മാതൃകാ വർണ്ണ സ്വരൂപിണിയായിരിക്കുന്ന അമ്മ അക്ഷരസ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ്
പാശത്തിന്റെ സ്വരൂപത്തിലെ ആഗ്രഹങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദേവിക്ക് ആദ്യം കൊടുക്കുന്നത് എന്താ? അമ്മയ്ക്ക് ഏകകരേ പാശം, ആദ്യം ഇരിക്കുന്ന കയ്യില്, അതായത് പാശം കൊടുക്കുന്നത് എന്താ പറയാ, ഒരു വലത് കൈയില്, മുകളിലുള്ള വലത് കൈയിലാണ് നമ്മൾ പാശം കൊടുക്കുന്നത്. അമ്മയ്ക്ക് പാശത്തെ സമർപ്പിക്കുകയാണ്. ആ പാശം കൊണ്ട് നമ്മളാകുന്ന ആ ജീവനെ അമ്മയുടെ പാദത്തിൽ കെട്ടാനായിട്ടുള്ള അനുഗ്രഹം ചോദിച്ചുകൊണ്ട് അമ്മ ഈ സൃഷ്ട പ്രപഞ്ചമെല്ലാം അമ്മയുടേതാണ്, ഇവിടെയുള്ള ഒരു വസ്തുവിലും എന്റെ മനസ്സിനെ തങ്ങി നിർത്തരുതേ എന്നുള്ള അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പാശത്തെ സമർപ്പിക്കുകയാണ്. രണ്ടാമത് കൊടുക്കുന്നത് എന്താ? അന്യകരേ അങ്കുശം. അപ്പൊ രണ്ടാമത് കൊടുക്കുന്നത് ഇടത് കൈയില് ഇടത് കൈയില് അങ്കുശത്തെ കൊടുക്കുന്നു. എന്താണ് അങ്കുശം? അങ്കുശം എന്ന് പറഞ്ഞാല് ആ ഒരു ആനത്തോട്ടി അല്ലെ. അപ്പൊ ആ ഒരു എന്താ പറയാ, സിൽവർ നിറത്തില്, അതായത് വെള്ളിയുടെ നിറത്തിലുള്ള അങ്കുശം, ക്രോധാകാര അങ്കുശോജ്വല, ക്രോധാകാരമാകുന്ന അങ്കുശത്തെ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് കാമക്രോധങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. മധുകൈടപന്മാരായിട്ട് പറയുന്നുണ്ട് അവര്, ജീവിതത്തിൽ ഏറ്റവും കാമവും ക്രോധവും, കാമത്തിൽ നിന്ന് ക്രോധം വരുന്നു, ക്രോധം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു അല്ലെ. അപ്പോ നമ്മുടെ ഏറ്റവും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് കോപം. പെട്ടെന്ന് കോപം വരിക. കാരണം ദേഷ്യം എവിടെയാണ് നമുക്ക് അറിയില്ല, എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ പെട്ടെന്ന് അത് കോപം ഉണ്ടാകും അല്ലെ. ഈ പാശത്തിന് എങ്ങനെയാണോ നമുക്ക് പാശം വരുന്നത്, അതുപോലെയാണ് ക്രോധവും വരുന്നത്. അപ്പൊ ഈ കാമവും ക്രോധവും എന്താ? ഒരേ കോയിനിന്റെ രണ്ട് വശങ്ങളാണ് അല്ലെ. നമുക്ക് ദേഷ്യമുള്ളത്, നമുക്ക് ഈ പാശം ആരോടാ തോന്നുന്നത്? നമ്മുടെ കുടുംബാംഗങ്ങളോടും, ഭർത്താവ്, മക്കള്, കുടുംബം, നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവര് നമ്മൾ എന്തുകൊണ്ടാ കെട്ടുന്നത്? സ്നേഹം കൊണ്ട് അല്ലെ. ആ സ്നേഹം നമുക്ക് എപ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് തീരുന്നത്? അതിനെ അറ്റാച്ച്മെന്റ് ആക്കി തീർക്കുമ്പോൾ. കാരണം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ ആൾ എന്ത് കാണിച്ചാലും നമുക്ക് അവരോട് വിരോധം കാണില്ല. പക്ഷെ പ്രത്യേകിച്ച് എന്റേതെന്നുള്ള ഒരു മമത്വം കൊണ്ടാണ് ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യമാണ്. ചിന്തിച്ചു നോക്കണം നമ്മളെല്ലാരും. അതാണ് മമത്വം കൊണ്ട് കെട്ടിക്കഴിഞ്ഞാല് അവര് നമുക്കെതിരായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചില്ലെങ്കിൽ, നമ്മൾ പറയുന്ന പോലെ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്രത്തോളം പാശമുണ്ടോ അത്രത്തോളം പെട്ടെന്ന് എന്താ ഉണ്ടാവുക? ക്രോധം അല്ലെ, ദേഷ്യം. കാരണം ആ അറ്റാച്ച്മെന്റ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയാണ് ദേഷ്യം ഉണ്ടാവുക. നമുക്ക് ഈ ലോകത്ത് എന്തുമാത്രം ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അനേക കോടി ജനങ്ങൾ പലയിടത്ത് ജീവിക്കണം. നമുക്ക് ആരോടെങ്കിലും പാശമുണ്ടോ? നമുക്ക് ചില പ്രത്യേക വ്യക്തികളോട് മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ കുടുംബം എന്ന് പറയുന്ന രക്തബന്ധത്തിൽപ്പെട്ടവര്, അല്ലെ പ്രത്യേക അടുപ്പമുള്ളവര്, അവരോട് മാത്രമേ നമുക്ക് ക്രോധം ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് ചുമ്മാ റോഡേ പോകുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് അയാളോട് ക്രോധം ഉണ്ടെന്ന് പറയാൻ പറ്റൂ? കാരണം നമുക്ക് അയാളുമായിട്ട് ഒരു അടുപ്പവും ഇല്ല. അപ്പൊ എവിടെയാ ഇത് വരുന്നത്? എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. കാരണം നമ്മൾ പിച്ചാത്തിയിൽ ചക്കയര കൊട്ടിക്കഴിയുമ്പോഴാണ് അത് എടുക്കാൻ പാട്. എണ്ണ തേച്ചിട്ടാ മുറിക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ എന്താണ്? ഈശ്വരനിലേക്ക് പാശം തിരിച്ചോളണം, ഈ അറ്റാച്ച്മെന്റ് വെച്ചോളണം. മനുഷ്യരിൽ വെച്ചു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന പോലെ വേറൊരാൾ പെരുമാറണമെന്നില്ല, സ്വന്തം മക്കള് പോലും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ദേഷ്യം തോന്നും. അപ്പൊ ഈ പാശത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലേ ക്രോധം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താ? ഇത് രണ്ടും ചേർത്തിട്ടാണ്. ഈ പാശവും അങ്കുശവും, അതായത് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, ഇതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലേക്ക് കാമമാകുന്ന ആഗ്രഹങ്ങള്, അറ്റാച്ച്മെന്റ്, സ്നേഹം, ഇതൊക്കെ കൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു. അതിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് ക്രോധം ഉണ്ടാവുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന നിലനിൽപ്പ്, ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പാശാങ്കുശങ്ങളാണ് അല്ലെ. അപ്പൊ ഈ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന സത്യത്തിൽ നിന്ന് അനേകം, ഏകത്വത്തില് നാനാത്വത്തിൽ ഏകത്വം, ഏകമായിരിക്കുന്ന അതേ വസ്തു എന്തായിട്ട് ശിവശക്തികൾ പല നാമരൂപങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തില് കാണപ്പെടുന്നു. അപ്പൊ ഈ സിൽവർ ഗേർഡ് എന്ന് പറഞ്ഞാല്, വെള്ളി അങ്കുശം എന്ന് പറഞ്ഞാൽ അത് ശുക്രനെ കാണിക്കുന്നു, പ്രോജനിയെ കാണിക്കുന്നു, എക്സ്പാൻഷനെ കാണിക്കുന്നു, ആ മൾട്ടിഫോൾഡ് എക്സ്പാൻഷനെ കാണിക്കുന്നു. വീണ്ടും 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 ജനന മരണങ്ങള്, ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം ഇല്ലേ. അപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടു, ദേവി മൂക്കൂത്തി ധരിച്ചിരിക്കുന്നതും ശുക്ര നക്ഷത്രം കൊണ്ടാണ്. അതുപോലെ ദേവിയുടെ കയ്യിലിരിക്കുന്ന ഈ വെള്ളി കൊണ്ടുള്ള ഈ ആയുധം, ഈ അങ്കുശം വെള്ളിയാണ്. അപ്പൊ അത് ശുക്രനെയാണ് കാണിക്കുന്നത്. അതെന്താ? ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയെ കാണിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് പലതായിട്ടിരിക്കുന്നത് ആരാണ്? ഏകമായിരിക്കുന്ന ദേവിയാണ്. ദേവി സമ്പത്കരി, എന്താ പറയാ, സമ്പത്കരി എന്ന് പറയുന്ന ദേവി. അപ്പൊ ഈ അങ്കുശം എന്ന് പറയുന്നത് ആ ഒരു ആയുധം ഏത് ദേവിയാണ്?
സമ്പത്കരി ദേവിയാണ്. ആ ദേവി സഞ്ചരിക്കുന്നത് രണകോലാഹലം എന്ന് പറയുന്ന അമ്മയുടെ അങ്കുശം എന്ന് പറയുന്ന ആ ഒരു ആയുധത്തിൽ നിന്ന് വന്ന ആനയും ആ ആനയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദേവിയാണ്. സമ്പത്കരി സമാരൂഢ സിന്ദൂരവ്രജ സേവിതായ നമ. സമ്പത്ത് കിട്ടണമെങ്കിൽ എന്താണ്? സമ്യക്കായിട്ടുള്ള പദവയ്പ്പുകൾ വേണം ജീവിതത്തിൽ, അല്ലെ? സമ്യക്ക് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചുള്ള കാൽവയ്പ്പുകൾ നമുക്ക് സമ്പത്ത് തരണം, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആപത്തുണ്ടാകും. അപ്പൊ ഈ കാണുന്ന ഈ മോളിൽ കണ്ട രണ്ട് ആയുധങ്ങളും നമുക്ക് എന്താ, നമ്മുടെ ജീവിതത്തില് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഉപകരണങ്ങളാണ്, പാശവും അങ്കുശവും. ഒന്ന് ഒരു എന്താ പറയാ, ജീവിതത്തില് അവന്റെ യഥാർത്ഥ സ്വസ്വരൂപം കണ്ട് അവന്റെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലെ അവസാനത്തെ ലക്ഷ്യമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? കാരണം കൗളോപനിഷത്ത് പറയണു, ഏറ്റവും പ്രധാനം നമ്മുടെ കാമക്രോധങ്ങളെ നിയന്ത്രിക്കണം. കാരണം നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹണം വളരെ പ്രധാനമാണ്. കാരണം സർവേന്ദ്രിയാണം നയനം പ്രധാനം. കണ്ണുകളെ നിയന്ത്രിക്കണം, പഞ്ചേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാം നമ്മുടെ മുഖത്താണ്. അതിനെ നിയന്ത്രിക്കണം. അതിനെ നിയന്ത്രിക്കുന്ന ശക്തി പാശവും എന്താ പറയാ, അറ്റാച്ച്മെന്റും ക്രോധവും ഉണ്ടാകുന്നതെല്ലാം എങ്ങനെയാണ്? നമുക്ക് ഒന്നിനോട് കെട്ടിവെക്കും. നമ്മൾ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, ഇങ്ങനെ പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ അറിവ് നമുക്ക് ഉണ്ടാകുന്നത്, നമ്മളെ കെട്ടിവെക്കുന്നത്. അപ്പൊ ആ വാതിലുകളെല്ലാം, ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ജനലുകളെല്ലാം എന്ത് വേണം? അകത്തേക്ക് തുറക്കണം. ഇന്ദ്രിയ നിഗ്രഹണം ഉണ്ടാകണം. ഇതിൽ ഇന്ദ്രിയ നിഗ്രഹണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. രണ്ടുപേരും, ഒരാൾ കുതിരപ്പുറത്ത് വരുന്നു, ഒരാൾ ആനപ്പുറത്ത് വരുന്നു, അല്ലെ? സമ്പത്കരി ദേവിയും അശ്വാരൂഢ ദേവിയും. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആ ഒരു മനോനിയന്ത്രണം, അതിൽ ആരെങ്കിലും ഇരുത്തണം. അതിൽ ആരാ ഇരിക്കുന്നത്? അശ്വാരൂഢ. നമ്മുടെ മനസ്സിന്റെ പുറത്ത് ഒരു ദേവി ഇരിക്കുകയാണ്, കൺട്രോൾ ചെയ്തുകൊണ്ട്, അല്ലെ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ പൂട്ടിയ മനസ്സിനെ ആ കടിഞ്ഞാണ് ദേവിയുടെ കയ്യിൽ കൊടുക്കണം. എന്നാലേ നമുക്ക് മനസ്സിൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റൂ. അമ്മയ്ക്ക് ഈ ഏകകരെ പാശം കൊടുക്കുമ്പോഴും അന്യകരെ അങ്കുശം കൊടുക്കുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താഴേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട രണ്ട് എന്താ പറയാ, നമ്മുടെ ഡിഫക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും നമ്മൾ നേരിടേണ്ടി വരുന്ന രണ്ട് ശത്രുക്കളാണ് കാമവും ക്രോധവും, പാശവും അങ്കുശവും. ഇത് കൊടുക്കുമ്പോ എന്താ, ഇത് ഇല്ലാതാക്കണേ. കാരണം ഇത് രണ്ടും എനിക്ക് ജന്മത്തിന് കാരണമാണ്. പ്രോജനിയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും ജന്മങ്ങളിലേക്ക് വരിക. അപ്പൊ അത് ഇല്ലാതാക്കണമെങ്കിൽ കാമത്തെയും ക്രോധത്തെയും നിയന്ത്രിക്കണം. അതിന് ഇന്ദ്രിയ നിഗ്രഹണം വേണം. എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ആ ഒരു തത്വമാണ്. ഇനി അടുത്തത് ദേവിക്ക് എന്താ പറയാ, ചാപം കൊടുക്കുന്നുണ്ട്, പുഷ്പബാണങ്ങൾ കൊടുക്കുന്നുണ്ട്, മാണിക്യ പാതുകങ്ങൾ. ഇനി വളരെ കുറച്ച് ആചാരങ്ങളേ ഉള്ളൂ. ഇനി 64 ആചാരങ്ങളില് ഇപ്പൊ ഏകദേശം 46-ാമത്തെ, അതായത് 45 ആചാരങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.